മദീന എന്ന് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു തരളിത ഭാവം. മദീന മദീന എന്ന് കേൾക്കുമ്പോൾ ഹൃദയത്തിനൊരു താരള്യം. എന്തുകൊണ്ടാണ് സംഭവിക്കാതെ പോകുന്നത്? യമനിലെ ഖറൻ എന്ന് പറയുന്ന മരുഭൂമിയിൽ, ഗ്രാമത്തിൽ, മരുഭൂമിയിൽ ആട്ടിൻപറ്റങ്ങൾക്ക് പിറകിലൂടെ, ഒട്ടകക്കൂട്ടങ്ങൾക്ക് പിറകിലൂടെ സലാത്ത് ചൊല്ലി ചൊല്ലി നടന്ന ഒരാളില്ലേ ഉവൈസുൽ ഖറനി. ഖറൻ എന്ന് പറയുന്നത് ഒരു ശൈത്യകാല കച്ചവട ഹബ്ബാണ്, ഒരു മർച്ചന്റ് ഹബ്ബാണ്. ഷാമിൽ നിന്ന്, സിറിയയിൽ നിന്ന് വരുന്ന കച്ചവട സംഘങ്ങൾ അവിടെ ഒരുമിച്ച് കൂടാറുണ്ട്. 2-3 ദിവസം അവരവിടെ താമസിക്കാറുണ്ട്. മൃഗങ്ങൾക്ക് വെള്ളം നൽകി ചന്തയിൽ കച്ചവടം നിർവഹിച്ചാണ് അവർ യാത്ര തുടരാറുള്ളത്. അങ്ങാടിയിൽ ആൾക്കൂട്ടം വരുമ്പോൾ, കവലയിൽ ആളുകൂടുമ്പോൾ, മരുഭൂമിയിലെ സൈകതപ്പരപ്പിൽ നിന്ന് ഓടിവരും ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. ആരും അദ്ദേഹത്തെ അത്ര ശ്രദ്ധിക്കാറില്ല. ചുണ്ടിലെപ്പോഴും മഹബത്തിന്റെ പ്രണയരാഗവുമായി ഓടി നടക്കുന്ന ഭ്രാന്തൻ എന്നാണ് ആ നാട്ടുകാർ വിളിച്ചത്. അദ്ദേഹം അങ്ങാടിയിലേക്ക് ഓടി വരും ആൾക്കൂട്ടം കാണുമ്പോൾ. എന്നിട്ട് ഓരോരുത്തരുടെ അരികിൽ പോയി ചോദിക്കും, ഹൽ മിൻ മദീന, ഹൽ മിൻ മദീന, ഹൽ മിൻ മദീന. മദീനയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മദീന വഴി കടന്നു വന്ന യാത്രാ സംഗമത്തിൽ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല എന്ന് പറഞ്ഞാൽ നിറഞ്ഞ കണ്ണുകളോടെ മരുഭൂമിയിലേക്ക് തന്നെ ഓടിപ്പോകും. സൂര്യന്റെ ചൂടിൽ തപിച്ചു ചുട്ടുപഴുത്ത് കിടക്കുന്ന സൈകതപ്പരപ്പിലൂടെ സ്വലാത്ത് ചൊല്ലി ചൊല്ലി നടക്കും ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. വീണ്ടും ആൾക്കൂട്ടം കണ്ടാൽ ഓടിവരും. പിറ്റേന്നോ ഓരോരുത്തരുടെ അരികിലും പോയി ചോദിക്കും, മദീനയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? മദീനയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ ഹബീബിങ്ങളെ, 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 ഉവൈസുൽ ഖറനി ഓടിച്ചെല്ലും. ഉണ്ടെന്ന് പറഞ്ഞാൽ ഖബ്ബലഹു വഅനഖ, കെട്ടിപ്പിടിച്ച് ചുംബിക്കും ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. ബൈന ഐനൈ, 2 കണ്ണുകൾക്ക് നടുവിൽ തുരുതുരാ ചുംബിക്കും ഉവൈസുൽ ഖറനി. മദീന കണ്ടയാളെ, മദീനയിൽ നിന്ന് വന്നയാളെ കെട്ടിപ്പിടിച്ചു ചുംബിക്കും ഉവൈസുൽ ഖറനി. എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ഹബീബിങ്ങളെ, മനസ്സുകൊണ്ട് മദീനയിലേക്ക് കായംകുളത്ത് നിന്ന് ഇന്ന് പോകാനിരിക്കുന്നവരെ ഉവൈസുൽ ഖറനി വിളിച്ചു പറയുന്നൊരു വാക്കുണ്ട്, ഇതെന്റെ റസൂലുള്ളാഹിന്റെ മദീന കണ്ട കണ്ണാ, ഇതെന്റെ റസൂലുള്ളാഹിന്റെ മദീന കണ്ട കണ്ണാ എന്ന് പറഞ്ഞു ചുംബിക്കും ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. മദീനയോടുള്ള പ്രണയം, മഹബത്തിന്റെ, ഇഷ്കിന്റെ വല്ലാത്തൊരവസ്ഥയല്ലേ ഹബീബേ അത്? ഇതെന്തൊരു പ്രണയമാണ്, ഇതെന്തൊരു സ്നേഹമാണ്. മദീന കണ്ട ഒരു മനുഷ്യനോട് പോലും കാണിക്കുന്ന ഇഷ്ക്. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായോ? കഴിഞ്ഞ വാരം ഞാൻ മദീനയിൽ നിന്നാണ് വന്നത്, പരിശുദ്ധ റസൂലുള്ളാഹിന്റെ മദീനയിൽ നിന്ന്. നാട്ടിൽ വന്നിട്ട് ആരാണെന്ന് കെട്ടിപ്പിടിച്ചിട്ടുള്ളത്? വീട്ടുകാരല്ലാതെ. നമ്മുടെ മനസ്സിൽ അങ്ങനെ ചിന്തയില്ല. കായംകുളത്ത് എത്ര ആളുകൾ ഹജ്ജ് കഴിഞ്ഞു വന്നിട്ടുണ്ട്, ഉംറക്കാര് വന്നിട്ടുണ്ട്. അവിടെ പോയി ഈത്തപ്പഴം വാങ്ങി വന്നിട്ട്, സംസം വാങ്ങി വന്നിട്ട് കുറച്ചല്ലേ തന്നുള്ളൂ എന്ന ഒരു വല്ലാത്ത വൈമനസ്യമല്ലാതെ
മദീന കണ്ടയാളെ ഒന്ന് ചുംബിക്കാൻ നമുക്ക് തോന്നിയിട്ടുണ്ടോ ഹബീബേ? അതുമാത്രമാണ് പ്രണയമെന്നല്ല ഞാൻ പറയുന്നത്. എന്താണ് ഉവൈസ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുണ്ടായ വികാരം? ഞാൻ അവരുടെ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഒമാനിലെ സലാലയില് അയ്യൂബ് നബിയുടെ ഖബർ കാണാൻ പോകുമ്പോ ഇടതുവശത്ത് ഏകാന്ത നിശബ്ദമായ ഒരു കുന്നിൻ ചെരിവുണ്ട്. അവിടെ ഒരു ഏകാന്തമായ ഖബറുണ്ട്. ഒമാൻ ഭരണകൂടം ഔദ്യോഗിക ശിലാഫലകത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹാദിഹി ലരീഹ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ ഉവൈസ് തങ്ങളുടെ മദദ് നീ ഞങ്ങൾക്ക് നൽകണമേ. ഞാനിത് ആമുഖമായി പറയാൻ കാരണം, നമ്മുടെ മനസ്സിലെ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സിലെ പ്രവാചക സ്നേഹം? റബീഉൽ അവ്വൽ ഒരു ഘോഷയാത്ര നടത്തുക, അതിന്റെ ചീരണി വിതരണം ചെയ്യുക എന്നതിലപ്പുറം മദീന എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു പ്രണയം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ സ്നേഹിക്കുന്ന മക്കളോടുള്ള സ്നേഹം പോലും റസൂലുള്ളാഹിയോട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പത്നിയോട്, ഭർത്താവിനോട്, നമ്മുടെ കൂട്ടുകാരനോട്, നാം സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരാളോടുണ്ടാകുന്ന വൈകാരികമായ ഒരു ബന്ധം, ഹൃദയം നുറക്കുന്ന ഒരു വികാര വായ്പ ഹബീബായ റസൂലുള്ളാഹിയോട് മനസ്സിൽ നമുക്ക് തോന്നിയിട്ടുണ്ടോ ഹബീബേ? മദീന കണ്ടയാളുടെ കണ്ണ് ചുംബിക്കുന്ന ഉവൈസുൽ ഖർനി, ഭ്രാന്തനെന്ന് നാട്ടുകാര് വിളിച്ചയാള് അത്ര നിസ്സാരക്കാരനാണെന്ന് കരുതിയോ നിങ്ങള്? ഹബീബായ പ്രവാചകരുടെ വഫാത്തിന് ശേഷം അലിയാരും ഉമറും തങ്ങളും കണ്ടുമുട്ടുന്നുണ്ട് ഉവൈസുൽ ഖർനിയെ. ഒരു പുഴയോരത്ത് തന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അലക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ അവർ ചെന്ന് സലാം പറഞ്ഞപ്പോൾ അവരെ കാണാതെ സലാം അടക്കിയിട്ട് പറഞ്ഞു, വലൈക്കുമുസ്സലാം, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരെ, വലൈക്കുമുസ്സലാം. ജീവിതത്തിൽ ഒരിക്കലും അലിയെ, ഉമറിനെ റളിയല്ലാഹു അൻഹുമാ ഉവൈസുൽ ഖർനി കണ്ടിട്ടില്ല, ഒരിക്കലും കണ്ടിട്ടില്ല. എന്നിട്ടും പേര് പറഞ്ഞ് സലാം അടക്കി എഴുന്നേറ്റ് നിന്നു. അവര് പറഞ്ഞു, നബിയുടെ സലാമുണ്ട്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉവൈസ് തങ്ങളുടെ കണ്ണങ്ങ് നിറഞ്ഞു തുളുമ്പി, സങ്കടത്താൽ ആ ചുണ്ടുകളങ്ങ് വിതുമ്പി വിറച്ചു. രണ്ടാമത് അവര് പറഞ്ഞു, ഉവൈസ് തങ്ങളെ, റസൂലുള്ളാഹിക്ക് വേണ്ടി ദുആ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് നിയന്ത്രണം വിട്ടുപോയി. അവിടെ നിന്ന് ഓടുകയാ, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് ഞാൻ ദുആ ചെയ്യുകയോ നബിയേ എന്ന് പറഞ്ഞു വിലപിച്ചോടിപ്പോയ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ഹബീബിങ്ങളെ, ഈ ഉവൈസുൽ ഖർനി ഉള്ള സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മർഹബ നടത്തുന്നത്, നമ്മൾ നിസ്കരിക്കുന്നത്, ഇനി റമളാനിൽ നോമ്പ് നോൽക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാ സ്വാലിഹായ കർമ്മങ്ങളും സ്വർഗത്ത് പോകണം എന്നുള്ള വികാരം കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ, ഉവൈസുൽ ഖർനിയുള്ള സ്വർഗത്തിൽ നമുക്ക് എങ്ങനെയാണ് സീറ്റ് കിട്ടുക? അദ്ദേഹം നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ അതിന്റെ ഇപ്പുറത്ത് പോയിട്ട് എങ്ങനെയാണ് നിൽക്കാൻ പറ്റുക? നമ്പർ 2, എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഹൃദയ വായ്പ വരാത്തത്? നിങ്ങളുടെ കുഴപ്പമല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. കുഴപ്പം പ്രവാചകരെ അവതരിപ്പിക്കുന്നവരുടെ കുഴപ്പമാണ്. ഗാന്ധിജിയെ പോലെയൊക്കെ നഊദുബില്ല. ഗാന്ധിജി ഈസ് ഗ്രേറ്റ്, അദ്ദേഹം വലിയ മനുഷ്യനാണ്. പക്ഷെ ഗാന്ധിജിയുടെ സ്ഥാനത്തൊക്കെ റസൂലുള്ളാഹിനെ അവതരിപ്പിക്കുന്ന ഒരു വിഡ്ഢിത്തം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. റബീഉൽ അവ്വലിൽ പോലും അല്ലേ, നമ്മൾ മറ്റുള്ളവരുടെ ഉദ്ധരണികൾ എടുത്തു പറയും അല്ലേ? Michael Chart, the 100 ranking of the most influential personalities in history. Philip K. Dick, the history of Arab. ഇങ്ങനത്തെ ഗ്രന്ഥങ്ങളിൽ ഹബീബായ പ്രവാചകരെ വിശദീകരിച്ചത് ഒരു ഭൗതിക സദസ്സിൽ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാൻ കഴിയും. ഇപ്പോ കായംകുളമൊക്കെ ഒരു സാംസ്കാരികമായ പെരുമയുള്ള നാടാണ്, ഒട്ടേറെ മത സാംസ്കാരിക പരിപാടികൾ നടക്കുന്ന നാടാണ്. അത്തരം ഒരു സൊസൈറ്റിയിൽ
അപ്പോൾ അമുസ്ലിങ്ങളൊക്കെ നമ്മുടെ പ്രഭാഷണം കേൾക്കുന്നുവെങ്കിൽ പ്രവാചകനെ പരിചയപ്പെടുത്താൻ വേണ്ടി പിലുക്കി കിട്ടി നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ ദ ഹിസ്റ്ററി ഓഫ് അറബ് എന്ന് പറയുന്ന ഗ്രന്ഥം ഉജ്ജ്വലമാണ്. Without a palace, without a bodyguard, without a standing army, without a fixed deposit. So Prophet Muhammad is the only wonderful man in world history and legend of world history. ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹിനെ കുറിച്ച്. അതൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഉമ്മത്ത് മുഹമ്മദിനോട് പറയേണ്ടത് അതല്ല. അവരുടെ മനസ്സിൽ ആരാണ് റസൂലുള്ള എന്നറിയണം. വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 2002 തോന്നുന്നു, നമ്മുടെ ഷാഫി അതിലിങ്ങനെ പറയുന്നുണ്ട്, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. അങ്ങനെയാണ് റസൂലുള്ളാഹിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. ഗ്രേറ്റ്, ഭയങ്കരമായ നല്ല കവിത. പക്ഷെ അതൊരു കമ്മ്യൂണിറ്റി, നമ്മളെ ഉമ്മത്തിനോട് നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം ശ്രീനാരായണ ഗുരു അങ്ങനെയൊക്കെ വിശ്വസിച്ചിട്ട് റസൂലുള്ളാഹിനെ വിശ്വസിച്ചിട്ടില്ല. വിശ്വസിക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല. വിശ്വസിക്കാത്തത് കൊണ്ട് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന മലയാളത്തിന്റെ ആത്മസാരാംശത്തെ ലോകത്ത് വെളിച്ചം നൽകിയ ആ മനുഷ്യനെ നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഈ വരി, ഉമ്മത്ത് മുഹമ്മദ് നിനക്ക് മാർഗമല്ല, ആ പറഞ്ഞ വാക്കുകൾ അത്രമേൽ ആത്മാർത്ഥം നിറഞ്ഞതായിരുന്നുവെങ്കിൽ ആ മുഹമ്മദീയ പ്രവാചകത്വത്തെ അദ്ദേഹം അംഗീകരിക്കുമായിരുന്നു. അംഗീകരിച്ചിട്ടില്ല അല്ലേ? മൈക്കിൾ എച്ച് ഹാർട്ട് വിശ്വസിച്ചിട്ടില്ല, ഫിലിപ്പ് കെയ്റ്റി വിശ്വസിച്ചിട്ടില്ല. ഇങ്ങനെ പ്രവാചകരുടെ അപദാനങ്ങൾ പറഞ്ഞ എല്ലാ ആളുകളെയും നമ്മൾ അഭിനന്ദിക്കുന്നു. പക്ഷേ അതല്ല മുസ്ലിമിന്റെ മാനദണ്ഡം. ആരാണ് റസൂൽ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അന മിൻ നൂരില്ലാഹ്, അന മിൻ നൂരില്ലാഹ്. ചെറുപ്പക്കാരെ, ഹബീബിങ്ങളെ, ഞാൻ അല്ലാഹുവിന്റെ വെളിച്ചമാണ്, ഞാൻ അല്ലാഹുവിന്റെ നൂറാണ്. വകുല്ലു ശൈഇൻ മിൻ നൂരി, എന്റെ നൂറിൽ നിന്നാണ് കേട്ടോ സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, താരാപഥങ്ങളെ, മാമലകളെ, സമതലങ്ങളെ, ആറുകളെ, പുഴകളെ, ജലാശയങ്ങളെ, ഈ ബ്രഹ്മാണ്ട കടാകം മുഴുവൻ മിന്നൂരി, എന്റെ നൂറിൽ നിന്നാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പ്രണയത്തിന്റെ ബേസാണ്, ഇത് സ്നേഹത്തിന്റെ അടിസ്ഥാനമാണ്. നമ്മൾ അങ്ങനെ റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയോ, ഞാൻ അല്ലാഹുവിന്റെ പ്രകാശമാണ്. മുഹമ്മദ് നബി അല്ലാഹു ആണ് എന്നൊന്നുമല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇത് തീരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രകാശം കത്തണം. കുന്തു നൂറാ ബൈന യദയില്ലാഹി അസ്സ വജൽ ഖബ്ല അൻ യഖ്ലുഖ ആദം അലൈഹിസ്സലാം ബിഅൽഫിയാം. നമ്മുടെ നാട്ടിൽ പാരായണം ചെയ്യുന്ന മങ്കൂസ് മൗലൂദിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ നമ്മൾ ഉദ്ധരിക്കുന്നുണ്ട്. ഞാനൊരു വെളിച്ചമായിരുന്നു, ദ ലൈറ്റ് ഓഫ് വേൾഡ്, ഈ പ്രപഞ്ചത്തിന്റെ ഒരു പ്രകാശമായിരുന്നു ഞാൻ. അള്ളാഹുവിന്റെ അരികിൽ. ആ വാക്കെന്നെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒറ്റക്കിരുന്ന് ആലോചിച്ച് നോക്കി ഹബീബിങ്ങളെ. ആ വാക്കിന്റെ ഒരു അവസ്ഥ എന്താണ്? അള്ളാഹു മാത്രം, ഈ പ്രപഞ്ചമില്ല, സൂര്യനില്ല, നക്ഷത്രങ്ങളില്ല, ഭൂമിയില്ല, ആകാശമില്ല, അല്ലാഹു മാത്രം. നിതാന്തമായ ഏകാഗ്രത, ഒരു തപം പോലെ നിതാന്തമായ ഏകാഗ്രത. അവിടെ അല്ലാഹു മാത്രം. അല്ലാഹുവിന്റെ അരികിൽ ഒരു നൂറായി ഞാൻ ഉണ്ടായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. ആദം നബി അലൈഹിസ്സലാമയെ പടയ്ക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചപ്പോൾ ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം,
അൽഖാ ദാലിക നൂർ ഫീ തീനതിഹി. ആദം നബിയെ പടയ്ക്കാൻ ഉപയോഗിച്ച കളിമണ്ണിലേക്ക് എന്റെ നൂറിനെ, എന്റെ വെളിച്ചത്തെ അല്ലാഹു സന്നിവേശിപ്പിച്ചു. ഫീ സുൽബി ആദമ ഇലൽ അർള്. അങ്ങനെ ഭൂമിയിലേക്ക് ആദമിന്റെ മുതുകിലൂടെ ഞാൻ യാത്രയായെന്ന് മുഹമ്മദ് മുസ്തഫ. ഇവിടുന്ന് മനസ്സിലാക്കുമ്പോഴാണ് റസൂലുള്ളാഹിനോട് നമുക്ക് സ്നേഹം തോന്നുന്നത്. അല്ലെങ്കിൽ ഗാന്ധിജിയെ പോലെയുള്ള ഒരു നേതാവ്, അല്ലെങ്കിൽ ഈ ലോകത്ത് അറിയപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവിന്റെ കൂട്ടത്തിൽ എഴുതപ്പെടുന്ന ഒരാൾ മാത്രമായിരിക്കും അല്ലേ? അങ്ങനെയാണ് മൈക്കിൾ എച്ച് ഹാർട്ട് ദി 100 എന്ന പുസ്തകം എഴുതുന്നത്. 100 ആളുകളുടെ ചരിത്രം പറയുന്ന പുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ പ്രൊഫറ്റ് മുഹമ്മദ്, ഒന്നാമത്തെ അധ്യായം മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആ പുസ്തകം കോട്ട് ചെയ്ത് ഉദ്ധരിക്കാറുണ്ട്. ഒരു പൊതുവേദിയിൽ അത് പറയുന്നത് അഭിമാനമാണ്. അമുസ്ലിമായ അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കാത്ത ഒരാൾ 100 മഹാന്മാരുടെ പേരെഴുതിയിട്ടു അധ്യായമിട്ട് ഒന്നാമത്തെ അധ്യായത്തിൽ നബിയെ കുറിച്ച് പറയുമ്പോൾ അഭിമാനമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, 100-ൽ ഒന്നാമനല്ല മുഹമ്മദ് മുസ്തഫ, 1000-ൽ ഒന്നാമനല്ല, 10,000-ൽ ഒന്നാമനല്ല, 1,00,000-ൽ ഒന്നാമനല്ല, കോടിയിൽ ഒന്നാമനല്ല, സഹസ്രകോടിയിൽ ഒന്നാമനല്ല, ട്രില്യണിൽ ബില്യണിൽ ഒന്നാമനല്ല. ഈ പ്രപഞ്ചത്തിൽ ഒന്നാമനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. ഈ പ്രപഞ്ചത്തിൽ ഒന്നാമനാണ്. അത് മൈക്കിൾ എച്ച് ഹാർട്ടിന് മനസ്സിലായിട്ടില്ല, നമുക്കില്ല. ആദം നബിയുടെ മുതുകിൽ ഞാൻ ഭൂമിയിലേക്ക് വന്നു. ഫീസുൽ ബിൽ ഖലീൽ, ഇബ്രാഹിം നബിയുടെ മുതുകിൽ ഞാനുണ്ട്. ഹിന ഖുദിഫ ബിഹി ഫിന്നാർ. ആസറിയൻ സാമ്രാജ്യത്വ കൊളോണിയൽ പരിശകൾ ആകാശം മുട്ടുന്ന അഗ്നി ഉണ്ടാക്കിയിട്ട് ഇബ്രാഹിം പ്രവാചകൻ അതിലേക്ക് എറിയുമ്പോൾ ഫീസുൽ ബിൽ ഖലീൽ, ഞാൻ ഇബ്രാഹിം നബിയുടെ മുതുകിലുണ്ട്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി തീയിൽ നിന്ന് രക്ഷപ്പെടുന്നത് പോലും. മുഹമ്മദീയ വെളിച്ചമുള്ള ഒരു ശരീരത്തെ തൊടാൻ അഗ്നിക്കാവുകയില്ല, അന്നും ഇന്നും ആവുകയില്ല. മുഹമ്മദീയ വെളിച്ചമുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് പോയിട്ട് അടുപ്പിലൊന്ന് കൈവച്ചു നമുക്ക് കത്തിപ്പോവില്ലേ? നമ്മുടെ ഹൃദയത്തിൽ മുഹമ്മദീയ വെളിച്ചമില്ല. മുസൈലിമത്തുൽ കദ്ദാബിന്റെ കാലത്ത് അബൂ മൂസൽ ഖൗലാനി റളിയല്ലാഹു അൻഹു എന്നൊരു മഹാനായ മനുഷ്യൻ ജീവിച്ചിട്ടുണ്ട്. നമ്മളെ പോലെ പ്രവാചകരെ കണ്ടയാളല്ല, വല്ലാത്ത പ്രണയമുള്ളയാൾ, എപ്പോഴും സ്വലാത്തിന്റെ അലമാല ചുണ്ടിൽ വഹിച്ചയാൾ. മുസൈലിമ പറഞ്ഞു, അദ്ദേഹത്തെ തീയിലേക്ക് ഇടാൻ വേണ്ടി പറഞ്ഞു. ഞാനാണ് പ്രവാചകൻ എന്ന് അംഗീകരിക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം അത് നിഷേധിച്ചു. അങ്ങനെ അദ്ദേഹത്തെ തീയിലേക്ക് ഇട്ടു. തീകുണ്ടാരം അണഞ്ഞപ്പോൾ ചാരത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ അബൂ മൂസൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വന്നു. ഈ വാർത്ത മദീനയിൽ എത്തി. ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലമാണ്. വാർത്ത എത്തിയപ്പോൾ ഉമർ തങ്ങൾ അദ്ദേഹത്തിന് കത്തെഴുതി, അബൂ മൂസ നിങ്ങൾ ഉടനെ മദീനയിലേക്ക് വരണം. കത്ത് കിട്ടി അബൂ മൂസ കടന്നു വരികയാണ്. നിങ്ങൾ ഹജ്ജിനോ ഉംറയ്ക്കോ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയും, മസ്ജിദുൽ ഖുബായുടെ സമീപം ഒരു കവാടമുണ്ട്. പുതിയൊരു കവാടമാണ് അത്, എൻഡ് ഓഫ് ഹറമാണ്. അവിടെ പോയി നിന്നു. മദീനയുടെ ഖലീഫയും ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ. അബൂ മൂസ കടന്നു വരികയാണ്. ഒരു രാജ്യത്തിന്റെ അംബാസിഡർ അല്ല, ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് അല്ല, ഒരു രാജ്യത്തിന്റെ ഒരു ഔദ്യോഗിക സ്ഥാനവും ഇല്ലാത്തയാൾ, ഒരു സാധാരണ മനുഷ്യൻ. എന്നാൽ അസാധാരണമായ കഴിവ്, അല്ലാഹുവിന്റെ റസൂലിനെ പ്രണയിക്കുന്നു എന്ന കഴിവ് വന്നു. ആ വന്ന സമയത്ത് ഉമർ തങ്ങളെ കുറിച്ച് നമുക്കറിയാം, ധീരനാണ്, വീരനാണ്, ശൂരനാണ്, പരുക്കനാണെന്നൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയ മനുഷ്യൻ. ഓടിച്ചെന്നു, എന്നിട്ട് ഖബ്ബലഹു വഅനഖ, കെട്ടിപ്പിടിച്ചു ചുംബിച്ചു അബൂ മൂസയെ. മസ്ജിദുൻ നബവിയിൽ കൊണ്ടുവന്നു. അബൂബക്കർ തങ്ങളുടെയും ഉമർ തങ്ങളുടെയും മധ്യ അദ്ദേഹത്തെ ഇരുത്തി. എന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, അബൂ മൂസ നിങ്ങൾ എന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്,
അതെന്തൊട്ട് അങ്ങനെ പറയാം? ഞാൻ എപ്പോഴും ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ലം തുമിത്നി, റബ്ബേ നീ എന്നെ മരിപ്പിക്കല്ലേ റബ്ബേ, ഹത്താ റാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ഫുഇല ബി ഇബ്രാഹിം ഖലീലാ. പടച്ചോനെ, ഉമ്മത്ത് മുഹമ്മദിൽ, പ്രവാചകന്റെ സമുദായത്തിൽ ഒരാൾ തീയിൽ നിന്ന് രക്ഷപ്പെടുന്നത് കാണുന്നതുവരെ എന്നെ മരിപ്പിക്കല്ല റബ്ബേ. ഇബ്രാഹിം പ്രവാചകൻ തീയിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ മുഹമ്മദീയ സമുദായത്തിലെ ഒരാൾ രക്ഷപ്പെടുന്നതുവരെ എന്നെ മരിപ്പിക്കല്ലേ എന്ന് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആയുടെ ഉത്തരമാണ് നിങ്ങൾ. അതാണ് മദീനയിലേക്ക് നിങ്ങളോട് വരാൻ പറയാൻ കാരണം എന്ന് ഉമർ തങ്ങൾ പറഞ്ഞു. ഹബീബേ, എങ്ങനെയാണ് റസൂലുള്ളാഹിനെ സ്നേഹിച്ചയാളാ? അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, അപ്പൊ നിങ്ങൾ നബിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അടുപ്പിൽ കൈ വെക്കുന്ന് പറയും. നമ്മൾ നബിയെ സ്നേഹിച്ചിട്ടില്ല. റബീഉൽ അവ്വൽ ചോറ് കൊടുക്കലാണ് സ്നേഹം എന്ന് നമ്മളോട് ആരാ പറഞ്ഞത്? റബീഉൽ അവ്വൽ ഘോഷയാത്ര നടത്തലും മാത്രമാണ് സ്നേഹമെന്ന് ആരാണ് പറഞ്ഞത്? അതൊക്കെ പുണ്യകരമാണ്. അതിനപ്പുറം ഹൃദയത്തിലൊരു പ്രണയം നമ്മുടെ മനസ്സിലില്ല ഹബീബിങ്ങളെ. അതുണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, അല്ലാഹുവിന്റെ നൂറാണ്. ഞാൻ അങ്ങനെ ഇബ്രാഹിമിലൂടെ കടന്നു വന്നു. നൂഹ് നബിയുടെ മുതുകിൽ ഞാൻ ഉണ്ടായിരുന്നു. മുഹമ്മദ് മുസ്തഫ പ്രളയത്തിന്റെ വേളയിൽ ജൂദി പർവ്വതത്തിലേക്ക് നങ്കൂരമിടാൻ വേണ്ടി ചാഞ്ചാടി കടന്നു പോകുന്ന നൂഹിന്റെ കപ്പലിൽ ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ പരമപരിശുദ്ധരായ 1,24,000 വരുന്ന പ്രവാചകന്മാരുടെ മുതുകുകളിലൂടെ, പരിശുദ്ധമായ ഗർഭയറകളിലൂടെ 10 നൂറ്റാണ്ടുകളിലൂടെ ഒഴുകി 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 കടന്നു വന്നു. വലൻ യസൽ യൻകുലനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമിൻ സകിയത്തി ത്വാഹിറ ഹത്താ ഖറജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത. ഞാൻ അങ്ങനെയാണ് കടന്നു വന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ. ആ നൂറാണ് അബ്ദുള്ളയിൽ ഉണ്ടായിരുന്നത്. ഇടയിലൊന്ന് പറയട്ടെ, അബ്ദുള്ള മക്കയിലൂടെ നടന്നു പോകുമ്പോൾ, അതായത് റസൂലുള്ളാഹിന്റെ ഉപ്പ, അദ്ദേഹം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മക്കയിലൂടെ നടന്നു പോകുമ്പോൾ സ്ത്രീകൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങും അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. വല്ലാത്ത സൗന്ദര്യമായിരുന്നു അത്രേ. 14 രാവിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ ജ്വലിക്കുന്ന മുഖമായിരുന്നു അത്ര അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളക്ക്. കല്യാണം കഴിച്ചപ്പോൾ റജബിലെ ഒരു വ്യാഴാഴ്ച രാത്രി വഹബിന്റെ മകൾ അമീന ബീവിയെ കല്യാണം കഴിച്ചതിന്റെ പിറ്റേ ദിവസം നൂറു നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അബ്ദുല്ലാഹി ഇലാ ബത്നി ആമിന ബീവിയുടെ ഗർഭയറയിലേക്ക് അബ്ദുള്ളയിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സഞ്ചാരം ചെയ്ത രാത്രി, പിറ്റേന്ന് പ്രഭാതം മക്കയിൽ വീണ്ടും നടക്കാൻ ഇറങ്ങിയ അബ്ദുള്ള. സാധാരണ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ്. അബ്ദുള്ള നടക്കാൻ ഇറങ്ങിയാൽ, അന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഇല്ലാത്തതുകൊണ്ട് ഓരോരുത്തർ പറയും അബ്ദുള്ള വരുന്നുണ്ട്. കണ്ടവര് മാറി നിന്നു. അബ്ദുള്ളയുടെ ഭംഗി ചോർന്നു പോയിട്ടുണ്ടായിരുന്നു. തലേ ദിവസമുണ്ടായ ഭംഗി പിറ്റേ ദിവസം ഉണ്ടായില്ല. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഹിച്ച, പ്രവാചകന്റെ വെളിച്ചത്തെ വഹിച്ച ആളായിരുന്നു അബ്ദുള്ള. അത് ആമിന ബീവിയിലേക്ക് എത്തിച്ചേർന്നു. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആ നബിയെ കണ്ടിട്ടില്ല. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, നബിയെ എനിക്ക് അങ്ങയെ ഒന്ന് കാണണം നബിയെ. നിങ്ങൾ എന്താ എന്നും എന്നെ കാണുന്നതല്ലേ? എനിക്ക് കാണേണ്ടത് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിനെ അല്ല.
എനിക്ക് കാണേണ്ടത് ആമിന ബീവിയുടെ മകൻ മുഹമ്മദിനെ അല്ല, എനിക്ക് അല്ലാഹുവിന്റെ നൂറായ നബിയെയാണ് കാണേണ്ടത്. കണ്ണ് ചിമ്മു അബൂബക്കറേ, കണ്ണ് ചിമ്മു അബൂബക്കറേ. അബൂബക്കർ തങ്ങൾ കണ്ണു ചിമ്മി. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ പൂർണ്ണ രൂപത്തോടെ പ്രത്യക്ഷപ്പെട്ടു. അബൂബക്കർ തങ്ങളോട് കണ്ണ് തുറക്കാൻ പറഞ്ഞു. കണ്ണ് തുറന്നപ്പോൾ അബൂബക്കർ തങ്ങൾ ബോധരഹിതനായി വീണുപോയി. നൂറ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ലേ? തൂരിസീന പർവ്വതത്തിന്റെ ഉച്ചിയിൽ അള്ളാഹുവിന്റെ നൂറ് തജല്ലിയാത്തിലെ കൊടാനുകോടിയിലെ ഒരു മൈക്രോ മൈന്യൂട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മൂസാ നബി ബോധം കെട്ടു വീണു പോകുന്നുണ്ട്. ആ നൂറാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ തങ്ങൾ ബോധം കെട്ടു പോയിട്ടുണ്ട്. ശരിക്ക് റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചുരുക്കത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചത്, മുഹമ്മദ് നബി കേവലം ഒരു ലോക നേതാവല്ല. ഗാന്ധിജിയെ പോലെയോ മറ്റു ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളുടെ കൂടെ കെട്ടിപ്പറയേണ്ട പേരല്ല മുഹമ്മദ് മുസ്തഫ. അവരുടെ കൂടെ ചേർക്കേണ്ട പേരല്ല. ഇത് പ്രപഞ്ചത്തിൽ അപൂർവതയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൃത്യമായി മനസ്സിലാക്കിയ ആൾ കൂടിയാണ്. അതുകൊണ്ടാണ് തന്റെ ഉപ്പ മുസ്ലിമാകുന്ന വേള മക്കാ ഫതഹിന്റെ നാളില് തന്റെ ഉപ്പയായ അബൂ ഖുഹാഫയുടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നു. അബൂ ഖുഹാഫ മുസ്ലിമാകാത്തതിൽ വലിയ സങ്കടമുണ്ടായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. വയോവൃദ്ധനാണ് അബൂ ഖുഹാഫ. പുരികം പോലും നരച്ചുപോയ പടുവൃദ്ധൻ. അദ്ദേഹം ഒരിക്കലും മുസ്ലിമാകാൻ തയ്യാറായില്ല. ഫതഹ് മക്കയുടെ ദിവസം ഉപ്പയുടെ കൈ പിടിച്ച് മുത്തു നബിയെ കാണാൻ വന്നപ്പോൾ ഹബീബ് ചോദിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്തിനാണ് ഈ വൃദ്ധനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? ഞാൻ അങ്ങോട്ട് വരുമല്ലോ. അല്ല നബിയെ, എന്റെ ഉപ്പച്ചിക്ക് അങ്ങയെ ഇവിടെ വന്ന് കാണണമെന്നായിരുന്നു ആഗ്രഹം. ഉപ്പാന്റെ കയ്യ് ഹബീബായ പ്രവാചകരുടെ കൈയിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തു. മുത്തുനബി കലിമ ചൊല്ലി കൊടുത്തു. അബൂ ഖുഹാഫ കലിമ ചൊല്ലി മുസ്ലിമായി റളിയല്ലാഹു അൻഹു. ആ നിമിഷം വബക്കാ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. ബുക്കഅൻ ശദീദാ, ശക്തമായ കരച്ചിൽ കരഞ്ഞു. മുത്തുനബി ചോദിക്കുന്നുണ്ട്, അബൂബക്കറെ, നിങ്ങൾ എന്തുട്ടാണ് കരയുന്നത്? ഇതൊരു ആഹ്ലാദത്തിന്റെ നിമിഷമല്ലേ? ഇതൊരു സന്തോഷത്തിന്റെ നേരമല്ലേ? അബൂ ഖുഹാഫ മുസ്ലിമായ സമയം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നബിയേ, എനിക്ക് എന്റെ ഉപ്പ മുസ്ലിമായപ്പോ അങ്ങ് കലിമ ചൊല്ലിക്കൊടുത്തപ്പോൾ ഞാൻ കരുതിപ്പോയത് നബിയേ, അങ്ങയെയാണ് ഞാൻ ഓർത്തത് നബിയേ. അങ്ങ് അബൂ താലിബ് ഒന്ന് മുസ്ലിമായിരുന്നെങ്കിൽ നബിയേ, അങ്ങേക്കെന്ത് ആഹ്ലാദമാകും നബിയേ. എന്റെ റസൂലുള്ളാഹിക്ക് ലഭിക്കാത്ത ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ എന്ന സങ്കടമാണ് നബിയേ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു. നോക്കൂ, സ്വന്തം ഉപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം എന്താണ്? ആ നിമിഷത്തിലും താൻ പ്രണയിക്കുന്ന പ്രവാചകർക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്ന് കരുതി നൊമ്പരപ്പെടുന്ന ഒരു മനുഷ്യന്റെ വികാരവായ്പ എന്താണ്? നമ്മൾ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവുമല്ലോ. ഒരു ഉദാഹരണത്തിനെങ്കിലും വേണ്ടി പറഞ്ഞു നോക്കാം. നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് നമുക്കൊരു നന്മ വന്നപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്ക് അതില്ലാത്തതിന്റെ പേരിൽ നമ്മൾ എപ്പോഴെങ്കിലും വിഷമിച്ചിട്ടുണ്ടോ? ഈ ലോകത്തെ സ്നേഹവും പ്രണയവും ഒക്കെ വെറും തട്ടിപ്പാണ്, എല്ലാം തട്ടിപ്പാണ്. ആരും ആത്മാർത്ഥമായിട്ട് ആരെയും സ്നേഹിക്കുന്നില്ല. ഒരു പരിധിവരെ സമീപകാലം വരെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹം പോലും ആത്മാർത്ഥമല്ല. എല്ലാവരും പ്രോഫിറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. തന്റെ മകനൊന്ന് വലുതായണം, അവൻ നല്ല നിലയിലാകണം എന്ന ആഗ്രഹം പോലും സ്വാർത്ഥതയാണ്. അങ്ങനെ അവൻ തന്നെ നോക്കണമെന്ന് ചിന്തിക്കുന്നത് പോലും സ്വാർത്ഥതയാണ്.
എല്ലാത്തിലും സ്വാർത്ഥതയുണ്ട്. അള്ളാഹു തന്റെ അടിമകളെ സ്നേഹിക്കുന്നതിൽ മാത്രമാണ് സ്വാർത്ഥതയില്ലാത്തത്, അല്ലേ? കായംകുളത്ത മുസ്ലിമിനും ഭക്ഷണം കൊടുക്കുന്നത് അള്ളാഹുവാണ്. തന്നെ ആരാധിക്കാത്തവനും ഭക്ഷണം കൊടുക്കുന്നത് അള്ളാഹുവാണ്. കള്ളുകുടിക്കുന്നവനും നിസ്കരിക്കാത്തവനും ഭക്ഷണം നൽകുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ പ്രണയമാണ് ആത്മാർത്ഥതമുള്ള പ്രണയം. ബാക്കിയൊക്കെ കാപഢ്യമാണ്. നോക്കൂ, തനിക്കുണ്ടായ ഒരു നന്മ താൻ സ്നേഹിക്കുന്നയാൾക്കുണ്ടാകണമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രണയത്തെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. അതാണ് ശരിയായ സ്നേഹമെന്ന് പറയുന്നത്. പലായനത്തിന്റെ വേളയിൽ മക്ക ഉപദ്വീപ് ഇരുട്ടിലാണ്ട് കിടക്കുന്ന രാത്രി, നിങ്ങൾ എപ്പോഴെങ്കിലും ഹജ്ജിനോ ഉംറക്കോ പോകുമ്പോൾ ഗാർ സൗറിന്റെ താഴെ പോയി നിൽക്കും. പ്രവാചകർ ഹിജറ പോകുമ്പോൾ ഒളിച്ചിരുന്ന സ്ഥലം. ആ രാത്രിയിൽ അതിന്റെ താഴെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ തങ്ങളും നിൽക്കുന്ന ഒരു നിമിഷമുണ്ട്. ഞാൻ ആ ഗുഹയിൽ പാമ്പ് കൊത്തിയതിനെ കുറിച്ചല്ല പറയുന്നത്, പരമാവധി കേൾക്കാത്തത് പറയാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ട് കേൾക്കാത്തത് പറയുകയാണ്. അതിന്റെ താഴെ നിന്നു ആ നിമിഷത്തെ, ആ രാത്രിയെ ഇവിടെ ഇരുന്നു കൊണ്ട് മനസ്സുകൊണ്ടൊന്ന് സങ്കല്പിച്ചു നോക്ക്, മനസ്സുകൊണ്ടൊന്ന് പോയി നോക്ക്. ഏകാന്തമായ ഗാർ സൗറിന്റെ താഴ്വാരം, ആകാശത്തൊരു നക്ഷത്ര കുഞ്ഞു പോലുമില്ല, നിലാവിന്റെ ഒരു വെട്ടം പോലും ഇല്ലാത്ത രാത്രി, കൂരിരുട്ട്. അബൂബക്കർ തങ്ങൾ പറയുന്നുണ്ട്, നബിയെ കയറൂ, മലയുടെ മുകളിലേക്കല്ല, എന്റെ തോളിലേക്ക് കയറൂ നബിയെ. അബൂബക്കർ തങ്ങൾ കുനിഞ്ഞിരുന്നു അവിടെ. ഹബീബായ പ്രവാചകർ അബൂബക്കർ തങ്ങളുടെ തോളിലേക്ക് കയറുകയാണ്. എന്നിട്ട് എഴുന്നേറ്റു അബൂബക്കർ തങ്ങൾ. ചെങ്കുത്തായ മലയാണ്, കാലൊന്ന് വഴുതിയാൽ തെന്നി വീണു പോകും മുഹമ്മദ് മുസ്തഫ. കൂർത്തുമൂർത്ത കരിങ്കൽ ചീളുകളാണ്. സിദ്ദീഖ് തങ്ങളുടെ കാലൊന്ന് തെന്നിയാൽ അള്ളാന്റെ നൂറായ പ്രവാചകർ ഗാറു സൗർ എന്ന മലയുടെ മുകളിൽ നിന്ന് താഴെ കുരുണ്ടു വീഴും. തോളിലേറ്റി കണ്ണ് കാണാത്ത കൂരിരുട്ടിൽ മല കയറുകയാണ് അബൂബക്കർ ബിൻ അബീ ഖുഹാഫ. ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ചോനെ, മുത്തു റസൂലുള്ളാന്റെ രണ്ട് കയ്യ് എന്റെ സിദ്ദീഖിന്റെ നെറ്റിത്തടത്തിൽ, അള്ളാന്റെ റസൂലിന്റെ രണ്ട് തൃപ്പാദങ്ങള് എന്റെ സിദ്ദീഖിന്റെ നെഞ്ചത്തുകൂടെ തൂങ്ങിക്കിടന്നിട്ടുണ്ടാകില്ലേ? എന്റെ പ്രവാചകരുടെ നൂറാനിയത്തിന്റെ കൈകള് മുത്തുനബിയുടെ കാലിൽ ഇങ്ങനെ സിദ്ദീഖ് തങ്ങൾ കൈയോണ്ട് പിടിച്ചിട്ടുണ്ടാകില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗ്യം കിട്ടിയാല് ഗാർ സൗർ എന്ന മല കാണാൻ നിങ്ങളെ ഗ്രൂപ്പിന്റെ അമീറുമാര് കൊണ്ടുപോകുമ്പോ മുകളിലേക്ക് ഇപ്പൊ കയറുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒരു ദിവസം ഒറ്റക്ക് കയറാം എന്ന് പറഞ്ഞു ഒഴിഞ്ഞു പോകുമ്പോ ആ മലയുടെ താഴ്വാരത്ത് നിന്ന് നോക്കുമ്പോഴേ മല കയറാൻ കഴിയില്ല എന്ന് നമ്മുടെ മനസ്സ് പറയും. ആ മലയുടെ മുകളിലേക്കാണ് മുഹമ്മദ് എന്ന പ്രവാചകനെ തോളിലേറ്റിയിട്ട് അബൂബക്കറിന് സിദ്ദീഖ് കയറിപ്പോയത്. പ്രണയമേ പ്രണയമേ, ഇഷ്കാണത്, സ്നേഹമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അബൂബക്കർ തങ്ങളുള്ള സ്വർഗത്തിൽ നമ്മൾ പോകണം. അവിടുത്തെ കുറിച്ച് ഒന്നുകൂടി പറയട്ടെ. ഹബീബിന്റെ വഫാത്തിന്റെ നേരം അബൂബക്കർ തങ്ങൾ നാട്ടിലില്ല. പ്രിയപ്പെട്ടവരെ, വേറെ ഒരു പത്നിയെ കാണാൻ പോയിരിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തിരിച്ചു വന്നു മദീനയിലെത്തുമ്പോൾ മരണപ്പെട്ട് ഏതാനും മിനിറ്റേ കഴിഞ്ഞിട്ടുള്ളൂ റസൂലുള്ളാഹി വഫാത്തായിട്ട്. ഓടിക്കിതച്ചു വന്ന് ചോദിച്ചു, എന്താണ് ഇവിടെ ആളുകൾ ഇങ്ങനെ കൂടുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആരോ പറഞ്ഞു, ഖദ് മാത റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ മരിച്ചു പോയിട്ടുണ്ട് എന്ന വാർത്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. ഹബീബേ, ഇവിടെ ഒരു മിനിറ്റ് നേരം
നമ്മൾ നമ്മുടെ മനസ്സിനോടൊന്ന് സംസാരിക്കുക. എന്നിട്ട് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? ആ റൂമിലേക്ക് കയറിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കൈയൊന്നും അങ്ങനെ പിടിച്ചാണ് എല്ലാവരും ഉറക്കെ ഒരു ആമീൻ പറഞ്ഞാണ് എല്ലാവരും. ഉറക്കൊരു ആമീൻ പറയും. ഒരു ദുആ ചെയ്യാൻ വേണ്ടി ഉറക്കൊരു ആമീൻ പറയും. ഇതെന്തുട്ടമീനാണ് ഉറക്കെ പറയുന്നത്? നിങ്ങളുടെ കായംകുളത്തേക്ക് ഇത്ര ശബ്ദമുള്ളൂ. അങ്ങനെയൊന്നും പറയും. ഉറക്കൊരാമീൻ പറയും. കോവിഡ് നമ്മുടെ കമ്മ്യൂണിറ്റിയെ നന്നായി ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പിസാസ് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അല്ലേ? കോവിഡിന്റെ ഒരു പാൻഡമിക് ഒക്കെ കഴിഞ്ഞപ്പോൾ ആവട്ടെ, അതിലൊന്നും വലിയ കാര്യമില്ല. അങ്ങനെയൊന്നും പറഞ്ഞ ഒരു ഉറക്കൊരാമീൻ പറയും. അത്ര പോരാ, ഉറക്കെ അല്ലാഹുവേ ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് നീ ദീർഘായുസ് നൽകണമേ. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ദുആയിരുന്നത്. മരിച്ചുപോയവർക്ക് എന്തുട്ട് ദീർഘായുസാണ് നിങ്ങളെ. ഞാൻ മരിച്ചുപോയവർക്ക് ദീർഘായുസ് കൊടുക്കണമെന്നാണ് സെക്രട്ടറി ഒക്കെ ഭയങ്കര അമീനായിരുന്നു. മരിച്ചുപോയവർക്ക് ദീർഘായുസ് കൊടുക്കണേന്ന് ഞാൻ ദുആയിരുന്നത്. അല്ലാഹു മരിച്ചുപോയവർക്ക് സ്വർഗം കൊടുക്കട്ടെ, മരിച്ചുപോയവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. എന്തിനാണ് എല്ലാത്തിനും ആമീൻ പറയുന്നത്? ഈ പ്രസംഗം എന്നൊക്കെ പറഞ്ഞാലേ അതിന്റെ ഒരു സൗണ്ട് മോഡുലേഷൻസ്, പിന്നെ പാട്ട്, അതിലൊക്കെ അഭിരമിക്കുന്ന ഒരു എന്റർടൈൻമെന്റ് ആണ് പ്രസംഗം എന്ന് പറഞ്ഞാൽ. അല്ലാഹു നമ്മുടെ ഉമ്മത്തിനെ കാക്കട്ടെ. എനിക്ക് എത്രേ പറയാനുള്ളൂ, ഞാൻ വിശദമായി പറയുന്നില്ല. ഒക്കെ ഒരു എന്റർടൈൻമെന്റ് ആണ്, ഒരു സെലിബ്രേഷൻ ആണ്. ഹൃദയം കൊണ്ട് ഹൃദയത്തിലേക്ക് കേൾക്കുന്ന ഒരു വിചാരപ്പെടലല്ല പലപ്പോഴും പ്രഭാഷണങ്ങളിലൂടെ സംഭവിക്കുന്നത്. എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഒരു ഉപകാരം ഉണ്ടാവും അല്ലേ? ഉറപ്പല്ലേ? എനിക്ക് ഉപകാരം ഉണ്ടാവും, വണ്ടിക്കാരന് ഉപകാരം ഉണ്ടാവുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ഉപകാരം ഹബീബേ? 2 മണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ സമയവും കാലവും ഒരിക്കൽ നഷ്ടപ്പെട്ട പിന്നെ തിരിച്ചു കിട്ടില്ല. നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തെ കുറിച്ച് ബോധ്യമില്ലാത്തവന്റെ എല്ലാ സമയവും നഷ്ടമാണെന്ന് ഇമാമുന ശഫഈ 2 മണിക്കൂർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് തിരിച്ചു പോകുമ്പോ കാതിന്റെ അലങ്കാരവും ശബ്ദകോശവും ഒരു എന്റർടൈൻമെന്റുമായാൽ മർഹബയുടെ ഭാരവാഹികൾ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ പരാതി പറയേണ്ടി വരും. അല്ല, ഉത്തരം പറയേണ്ടി വരും. എല്ലാ സംഘാടകരും പറയേണ്ടി വരും. പ്രസംഗിക്കാൻ വന്ന ഞാൻ പറയേണ്ടി വരും. എല്ലാ കൊല്ലം വാഴ നടക്കും. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും ഏതെങ്കിലുമൊക്കെ വിഷയം സംസാരിക്കും. മരണം, അനന്തര ജീവിതം, ഖബർ, മഹ്ശറ, അങ്ങനെ പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കും. നമ്മള് പേടിപ്പിച്ചാലല്ലേ നിങ്ങൾ പിരിവിന് പൈസ കൊടുക്കുള്ളൂ. പൊതുവെ ഞാനൊരു വിമർശക പ്രഭാഷകൻ എന്നുള്ളൊരു അപഖ്യാതി എന്റെ പേരിലുണ്ട്. ഒരു വിവാദം പറയുന്ന ആള് ഇവിടെ ആയിട്ട് കുറക്കണില്ല. അങ്ങനെ ആയാലല്ലേ നിങ്ങൾ പിരിവൊക്കെ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്കിന്ന് കാണാം. അങ്ങനെ ഖബർ പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് കരയും. കള്ളക്കരച്ചിലാണ് സത്യം. കായംകുളത്തെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ജുമാ മസ്ജിദിന്റെ പള്ളിക്കാടിന്റെ ഖബറിസ്ഥാനിൽ ഒറ്റക്ക് കിടക്കേണ്ടി വരുമല്ലോ എന്ന സ്വാർത്ഥമായ കരച്ചിലാണ്. അല്ലാതെ അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ വഴിപ്പെട്ടിട്ടില്ലല്ലോ എന്ന നൊമ്പരത്തിലുള്ള കരച്ചിലല്ല. അങ്ങനെയാണ് വാഴതിലൊക്കെ നടക്കുന്നത്. അതിനപ്പുറം നമ്മൾ തിരിച്ചറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങളിതൊരു എന്റർടൈൻമെന്റ് പോലെ കാണണ്ട. ഹബീബിങ്ങളെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയാണ്. മുത്തുനബിയുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. നോക്കൂ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി വഫാത്തായി എന്ന വാർത്തയുടെ ഒരു ഷോക്ക്, അതൊരു ഷോക്കിംഗ് ന്യൂസ് ആണ്. എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക? അത് പറഞ്ഞ മനസ്സിലാണെങ്കിൽ നമ്മുടെ ഉമ്മ മരിച്ചു എന്നൊരു വാർത്ത ഇപ്പൊ ഈ സദസ്സിലേക്ക് വന്നാൽ എങ്ങനെയായിരിക്കും? അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അത് നല്ല ദുആയാണ്. ആമീൻ പറഞ്ഞോളൂ. നിങ്ങൾക്ക് എല്ലാത്തിനും ആമീൻ പറയാൻ പേടിയുണ്ടാവും. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കൊക്കെ അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ. ഇപ്പൊ ഈ വേദിയിലേക്ക് അല്ലെങ്കിൽ സദസ്സ് പിരിഞ്ഞു പോയിട്ട് നിങ്ങളുടെ ഉമ്മ മരിച്ചു അല്ലെങ്കിൽ എന്റെ ഉമ്മ മരിച്ചു ഒരു വാർത്ത വന്നാൽ, അപ്പൊ നമ്മളിന്ന് ഭക്ഷണം കഴിക്കാൻ പോയ നമ്മുടെ സെക്രട്ടറിയുടെ ഉമ്മ വീണ് പരിക്ക് പറ്റി കിടക്കണം. അല്ലാഹു ശിഫ പ്രദാനം ചെയ്തു കൊടുക്കട്ടെ, ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഷഫീഖ് വൈസിയുടെ ഉമ്മ, അല്ലാഹു ശിഫ പ്രദാനം ചെയ്യട്ടെ. ഞാന് പരിചയമുള്ളവരെ പേര് പറഞ്ഞു എന്നുള്ളൂ. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ പലരും രോഗികളായി കിടക്കുന്നുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കട്ടെ.
നിങ്ങളുടെ കുട്ടിയോ പേരക്കുട്ടിയോ മരിച്ചു എന്നുള്ളൊരു വാർത്ത എങ്ങനെയായിരിക്കും? ഓ എന്ത് ഇങ്ങനെയൊക്കെ പറയണം, ഇങ്ങനെയൊക്കെ പറയണം. ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വഫാത്ത് എങ്ങനെയാണ് അനുഭവപ്പെട്ടത് എന്ന് പറയണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഒരു കാഠിന്യം ഇറങ്ങിയിട്ട് ഒരു ഷോക്കിംഗ് ന്യൂസിന്റെ ആഘാതം എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ചു, അതൊരു ഷോക്കിംഗ് ആയിരിക്കില്ലേ? 9 മാസം ഗർഭത്തിൽ ചുമന്ന് കർക്കടക രാത്രികളിൽ, മഴ തകർക്കുന്ന രാത്രികളിൽ എല്ലാവരും ഉറങ്ങുമ്പോ എന്റെ ഉമ്മ, നിങ്ങളുടെ ഉമ്മ, ചിലർ ഖബറിലാണ്, ഒന്ന് ആലോചിച്ച് നോക്കി, ഉമ്മാന്റെ മുഖം ഒന്ന് കൊണ്ടുവന്നു നോക്ക്. 9-ാം മാസത്തില് എല്ലാരും ഉറങ്ങുമ്പോ ഉമ്മാക്ക് ഉറക്കം വരുന്നില്ല. ചെറിയ കുട്ടികളെ, ചെറുപ്പക്കാരെ, മാതാപിതാക്കളെ ഒക്കെ വേദനിപ്പിക്കുന്നവരെ, ആരുടെയെങ്കിലും ഒക്കെ പിന്നാലെ ഇറങ്ങിപ്പോകാൻ മനസ്സിൽ കരുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരോടും പറയാൻ പെട്ടെന്നെഴുന്നേൽക്കും. ഞാനാകുന്ന കുട്ടി ഉമ്മയുടെ അടിവയറ്റിൽ കിടന്ന് കാലുകൊണ്ടും കൈകൊണ്ടും കുത്തി വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വേദനയുടെ ആഘാതം അറിയണമെങ്കിൽ അടിവയറ്റിലൊന്ന് ഇടിച്ചു നോക്കിയാൽ അറിയാം. ഉമ്മ പ്രാണവേദനയോടെ എഴുന്നേറ്റ് പറയുന്ന വാക്ക്, പടച്ചോനെ എന്റെ കുട്ടിയെ ഒന്നും മരിപ്പിക്കുക എന്നല്ല, പടച്ചോനെ എന്റെ കുട്ടിയെ കാക്കണേ അല്ലാ, എന്റെ കുട്ടിയെ കാക്കണേ അല്ലാ. വേദന കൊണ്ട് പിടയുമ്പോഴും എന്റെയും നിങ്ങളുടെയും ഉമ്മ പ്രാർത്ഥിച്ചത് അങ്ങനെയാണ് അല്ലേ? നമ്മുടെ വാപ്പായെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഇതുപോലെ സൗകര്യങ്ങൾ ഉണ്ടാകാത്ത കായംകുളത്തെ ഒരു ഓർമ്മ, കൂലിവേലക്ക് പോയി ഈ നാട്ടിലെ ഏതോ തൊഴിൽ ചെയ്ത് പകലന്തിയോളം പണിയെടുത്ത് നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്ന വാപ്പ. എല്ലാ സങ്കടങ്ങളും ഈ മനുഷ്യൻ മനസ്സിൽ ഒതുക്കി വെച്ചു അല്ലേ? അധ്യാപകരായ പിതാക്കന്മാരുണ്ടായിട്ടുണ്ട്, കൂലിപ്പണിക്കാരുണ്ടായി, ഗൾഫിൽ പോയവരുണ്ടായിട്ടുണ്ട്. നമ്മുടെ പെങ്ങടെ ഒക്കെ കല്യാണം നടക്കുമ്പോൾ ഉമ്മ വേനൽ മഴ പോലെ കരയും, ഉപ്പ കരയില്ല. നമ്മുടെ ഷഫീഖ് വൈസിയുടെ കവിതയിലുണ്ട്, കവിതാ പുസ്തകത്തിലുണ്ട് ഒരു കവിത, ഉപ്പക്ക് എപ്പോഴും ജന്നാത്തുൽ ഫിർദൗസിന്റെ മണമാണ് എന്ന്. എന്നെ ഭയങ്കരമായി ത്രസിപ്പിച്ച ആ കവിതാ സമാഹാരത്തിൽ ഒരു കവിത. എല്ലാവരും ഒരു കോപ്പി വാങ്ങിക്കോളൂ കേട്ടോ. നിങ്ങൾ നാട്ടുകാർ വാങ്ങാതെ ഞങ്ങൾ ചാവക്കാട്ടുകാർ വാങ്ങിയിട്ട് എന്താ കാര്യം? എല്ലാം ഫ്രീ കൊടുത്താൽ 130 രൂപ കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ ഫ്രീ വാങ്ങിയാൽ മതി. അല്ലെങ്കിൽ ഒരു പ്രവാചകനും നാട്ടിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നൊരു അർത്ഥവാക്യമുണ്ട്. നിങ്ങളുടെ ഷഫീഖ് വൈസി നിങ്ങളുടെ നാട്ടുകാരനായതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കാതിരിക്കണ്ട. വളരെ മനോഹരമായ കവിതയാണ് അതിലൊക്കെ ഉള്ളത്. ഹബീബിങ്ങളെ, അപ്പൊ ഉപ്പയെ കുറിച്ച് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ പേരക്കുട്ടിയെ കുറിച്ച് ആലോചിച്ച് നോക്ക്. മരിച്ചു എന്നൊരു വാർത്ത സഹിക്കാൻ പറ്റുമോ? അതിന്റെ 10,000 കോടിയിലപ്പുറമാണ് അബൂബക്കറിന് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി എന്ന വാർത്ത. ഓടിക്കയറി ആയിഷ ബീവിയുടെ വീട്ടിലേക്ക്, അതിന്റെ ഉള്ളിലെ റൂമിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന റൂമിൽ കയറി വെള്ള പുതച്ച് കിടക്കുകയാണ് മുഹമ്മദ് മുസ്തഫ. ആ തട്ടമൊന്നു മാറ്റി പ്രവാചകരുടെ മുഖകമലത്ത് നിന്ന് പുഞ്ചിരി തൂകി കിടക്കുകയാണ് ലോകത്തിന്റെ നേതാവ്. ഹിമകണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൽ വിടർത്തുന്ന റൈഹാൻ പൂവിതൽ പോലെ മനോഹര മനോജ്ഞമായി പുഞ്ചിരിച്ച് കിടക്കുകയാണ് മുഹമ്മദ് മുസ്തഫ. ഖബ്ബലഹു, ആ നെറ്റിയിലേക്ക് ചുണ്ടുവെച്ച് ചുംബിച്ചു എന്റെ പൊന്ന് അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ കരഞ്ഞു, അബൂബക്കർ സിദ്ദീഖ്. എല്ലാ പ്രസംഗത്തിലും നിങ്ങൾ കേൾക്കാറുണ്ട്, ഉമർ തങ്ങളുടെ ബോധം പോയി, ഉസ്മാൻ തങ്ങൾ ബോധരഹിതനായി വീണു, സിദ്ദീഖ് തങ്ങളാണ് ധീരനായത് വഫാത്തിന്റെ വേളയിലെന്ന്. എല്ലാ പ്രഭാഷണത്തിലും നിങ്ങൾ കേട്ടത് അങ്ങനെയാ. ഞാൻ അതിനൊരു തിരുത്തു പറയുകയാണ്. അതൊക്കെ പിന്നെയാണ് ഹബീബേ. ഒരു കുഞ്ഞിനെ പോലെ കരഞ്ഞിട്ടുണ്ട് അബൂബക്കർ സിദ്ദീഖ് ബുകാഅൻ ശദീദാ. നമ്മൾ മരിച്ചോടത്ത് കരയാൻ പാടില്ല എന്നൊക്കെ അല്ലേ വേള കേട്ടിട്ടുള്ളത്? അബൂബക്കർ കരഞ്ഞിട്ടുണ്ട്, നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടില്ല എന്നുള്ളൂ. സങ്കടം സഹിക്കവയ്യാതെ കരഞ്ഞു. എന്നിട്ട് പറയുന്നതിൽ വാക്കുണ്ട്, നോക്കൂ, നിങ്ങളിപ്പോ കായംകുളത്തെ ഈ സദസ്സിലല്ല കേട്ടോ, മർഹബ ഒരുക്കിയ മനോഹരമായ പ്രഭാഷണ സദസ്സിലല്ല കേട്ടോ. ഞാനും നിങ്ങളും ഇപ്പോൾ
ആയിഷ ബീവിയുടെ വീടിന്റെ മുന്നിലാട്ട്. അല്ലേ ഹബീബേ? മനസ്സുകൊണ്ട് അവിടെയെന്ന് പറയും അല്ലേ? ഇൻഷാ അല്ലാഹ് പറയ് ഹബീബി. നിങ്ങളെ ഞങ്ങൾക്കൊരു വാക്ക് തരാം. നിങ്ങൾ മനസ്സുകൊണ്ട് എന്റെ കൂടെ പോരുകയാണെങ്കിൽ ഇന്നത്തെ രാത്രി റസൂലുള്ള നിങ്ങളെ കാണാൻ വരും. ഞാൻ വെറുതെ പറയുന്ന വാക്കല്ല, ഞാൻ കാണാൻ അങ്ങനെയുള്ളൂ. പക്ഷെ ഞാൻ ഈ പറയുന്ന വാക്കുകൾ മനസ്സിൽ സ്വീകരിച്ചുള്ളൂ. ഇന്നത്തെ രാത്രിയിൽ ഹബീബ് നിങ്ങളെ കാണാൻ വരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബിങ്ങളെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിന്നിട്ട് ചിന്തിച്ചത് എന്തായിരിക്കും? നമ്മളിപ്പോ വീടിന്റെ മുന്നിലുണ്ട്. ആ വീട് എന്ന് പറഞ്ഞാൽ പച്ചക്കുബ്ബല്ലേ, റസൂലുള്ളാന്റെ ആ പച്ചക്കുബ്ബ, അതന്നെയാണ് ആയിഷ ബീവിയുടെ വീട്. അതിന്റെ മുമ്പിൽ നമ്മളുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ജനാസയെ നോക്കി പൂനിലാവ് പോലെ കിടക്കുന്ന മുസ്തഫാന്റെ മുഖത്തേക്ക് നോക്കി സിദ്ദീഖ് തങ്ങൾ നിന്നു കുറച്ചു നേരം. എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ആ നിമിഷത്തെ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവരട്ടെ. കുട്ടിക്കാലത്തേക്ക് മനസ്സ് കടന്നുപോയിട്ടുണ്ടാകില്ലേ? ഭൂതകാലത്തിന്റെ നൊസ്റ്റാൾജിയയിലേക്ക് പോയിട്ടുണ്ടാകൂലേ? അബവ എന്ന് പറയുന്ന മരുഭൂമിയിൽ ആമിനാ ബീവി നഷ്ടപ്പെട്ടപ്പോൾ അല്ലമീനായ മുത്തുനബി ഉമ്മു ഐമൻ എന്ന അടിമപ്പെണ്ണിന്റെ കൈ പിടിച്ചിട്ട് മക്കയിലേക്ക് വന്നപ്പോൾ ഏകാന്തമായ ബാല്യകാലത്ത് പിന്നീടുള്ള ഓരോ ദിവസവും കൂടെ നടന്നത് എന്റെ പൊന്നു അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. 63 വയസ്സിലാണ് റസൂലുള്ളാന്റെ വഫാത്ത്. 61 വയസ്സാണ് സിദ്ദീഖ് തങ്ങൾക്ക്. 2 വയസ്സിന് കുറവ്. 2 വയസ്സിന് കുറവില്ല കൂട്ടുകാരൻ മക്കയിലെ ഉക്കാല ചന്തയിലേക്ക് സായാഹ്നങ്ങളിൽ ഉപ്പമാരുടെ കയ്യിൽ തൂങ്ങി കിന്നാരം പറഞ്ഞ് മക്കള് നടന്നു പോകുമ്പോ ഉപ്പയും ഉമ്മയും ഇല്ലാത്ത എന്റെ നബി കഅബയുടെ തണലിൽ എവിടെയോ ഇരിക്കുമ്പോ കൂടെ ചേർന്നിരുന്ന മോനാണ് അബൂബക്കർ സിദ്ദീഖ്. അല്ലേ? അവര് കഥയേറെ പറഞ്ഞു. ബാല്യകാലത്ത്, കൗമാരകാലത്ത്, യൗവനകാലത്ത് മുത്തുനബിയുടെ കൂടെ നടന്നയാളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇവിടെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാ നമ്മൾ 6-ാം വയസ്സ് വരെയുള്ള ചരിത്രം കേൾക്കും. പിന്നെ 25-ാമത്തെ വയസ്സിൽ കച്ചവടത്തിന് പോയ ചരിത്രമേ കേൾക്കാറുള്ളൂ. റസൂലുള്ളാന്റെ 14-ാമത്തെ വയസ്സിലെ സംഭവം വയലിലാരും പറയാറില്ല. 15-ഉം 16-ഉം 17-ഉം 18-ഉം 19-ഉം 20-ഉം പറയാറില്ല. അല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റാണ്? പറയൂ. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ റസൂലുള്ളാന്റെ 17-ാമത്തെ വയസ്സിൽ ഒരു ചരിത്രം? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പറയൂ, ഒന്ന് പറയൂ ഹബീബി. നിങ്ങൾ എന്താ റെസ്പോണ്ട് ചെയ്യാത്തത്? റസൂലുള്ളാന്റെ 17-ാമത്തെ വയസ്സിൽ നടന്ന ഒരു ചരിത്രം നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? പറയൂ. ഇല്ലല്ലോ. എന്നാ നമ്മുടെ ഷാഫിയോട് ചോദിച്ചാൽ മതി. ഷാഫി എന്നല്ല പേര്, ഷാഫി എന്നല്ല പേര്, നിസാമിനോട് ചോദിച്ചാൽ മതി. നിസാമ് നമ്മുടെ മനസ്സുകൊണ്ട് മദീനയിലേക്ക് എന്ന് പറയുന്ന കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് സർവീസ് നടത്തിയിട്ടുണ്ട്. 166 ദിവസങ്ങളിൽ മദീന മാത്രം പറഞ്ഞിട്ട് ലൈവ് ഉണ്ടായി. അപ്പൊ മൂപ്പരയിലെ ആളാണ്, നമ്മുടെ ഗ്രൂപ്പിലെ ആളാണ്. അപ്പോ അതിൽ റസൂലുള്ളാഹിന്റെ 14, 15, 17 വയസ്സുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മളൊരു വാർപ്പ് രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാം. മരണം തന്നെ എല്ലായിടത്തും വിഷയം. മരണം അനന്തര ജീവിതം. പള്ളിപ്പണിക്കും മദ്രസ പണിക്കും പൈസ കിട്ടുന്ന മരണം അനന്തര ജീവിതവും. ഈ ഉമ്മത്ത് എത്ര കാലമായി മരണം കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ചേഞ്ച് വരട്ടെ ഹബീബിങ്ങളെ. അതുകൊണ്ടാണ് മർഹബ മനസ്സുകൊണ്ട് മദീനയിലേക്ക് വെച്ചത്. 166 ദിവസങ്ങളിൽ ഹബീബിനെ കുറിച്ചും മാത്രം, മദീനയെ കുറിച്ചും മാത്രം 2-3 മണിക്കൂറുകളായി പറഞ്ഞ് ബഷീർ ഫൈസി ദേശമംഗലം എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിന്റെ പേഴ്സണൽ ID എടുത്ത് നോക്കിയാൽ, ബാക്കിൽ അടിച്ചു നോക്കിയാൽ കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്തുള്ളത് കേൾക്കാൻ പറ്റും. യൂട്യൂബിൽ അടിച്ചാൽ ചിലപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ കാണണ്ട. അതിൽ ചിലപ്പോൾ ആൾക്കാർ, എനിക്കായിട്ട് യൂട്യൂബ് ചാനലൊന്നുമില്ല, നമ്മുടെ പേരിലുള്ള ആൾക്കാർ കയറ്റിയതായിരിക്കും. അതിൽ വലിയ പരസ്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിത്തമല്ല. ഞാൻ പറയാൻ ശ്രമിച്ചത് എന്താന്ന് വെച്ചാല്, റസൂലുള്ളാഹി നമ്മൾ മനസ്സിലാക്കിയതൊന്നുമല്ല, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ഹബീബിങ്ങളെ ഇപ്പൊ പിന്നെ ലൈവ് പരിപാടി നമ്മൾ നിർത്തി. നമ്മുടെ ഷഫീഖ് ഉണ്ടായിരുന്നു 10-100 ദിവസം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ലൈവ് അങ്ങോട്ട് തുടങ്ങി. കേരളത്തിൽ ആദ്യം തുടങ്ങിയത് ഞങ്ങൾ രണ്ടാണ്. ഇത് വെറുതെ ചുമ്മാ അടിച്ചു വീശൊന്നുമല്ല.
ഇപ്പൊ എല്ലാവരും ഫേസ്ബുക്ക് ലൈവാണ്. പിന്നെ അത് പ്രാർത്ഥനാ സമ്മേളനമായി, പിന്നെ അത് ആത്മീയ തട്ടിപ്പായി മാറി. നമ്മൾ നിർത്തി കൈയ്യഴുകി. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. എനിക്ക് ഇല്ലെങ്കിൽ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ വെടിച്ചവനെ ഒന്ന് നിലവിളിക്കാൻ ആത്മാർത്ഥമായിട്ട് കഴിയില്ല. അതുകൊണ്ട് ആ പരിപാടി നമ്മളാണ് നിർത്തി. ഇപ്പൊ ലക്ഷങ്ങൾ കൂടുന്ന പരിപാടി ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്. ഇത് ലൈവ് പോകുന്നോണ്ടുള്ള പേടിയൊന്നുമില്ല. ഞാൻ പറയാം, എന്താണ് പെണ്ണുങ്ങൾക്ക് ഒരു അന്തമില്ലാതെ പോയത്? എന്താണ് ബസ് വിളിച്ച് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നൊക്കെ ആൾക്കാരെ അടിച്ച് കയറുകയാണ്. ഞാൻ അങ്ങനെ സദസ്സിൽ പോണ്ടെന്നല്ല പറയുന്നത്. പറയുന്ന കാര്യങ്ങൾ ഒരു ആത്മാർത്ഥതയില്ലാതെ പണത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ദുആ സമ്മേളനങ്ങള് നിർത്തണമേ ഉമ്മത്ത്. പണത്തിന് വേണ്ടിയുള്ള ദുആ സമ്മേളനങ്ങൾ നിർത്തണം. പിരിവ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. പിരിവ് വേണം. ഇപ്പൊ ഇവിടെ പരിപാടി നടക്കുമ്പോൾ പിരിവ് വേണ്ടി വരില്ലേ? പിരിവ് മാത്രം ലക്ഷ്യമാക്കിയിട്ട് പരിപാടി നിസ്കരിക്കില്ല. ഗീബത്തും നമീമത്തിനും ഒരു കുറവുമില്ല. നിങ്ങൾ മജ്‌ലിസുൻ നൂറിനും ദുആ സമ്മേളനത്തിനും മാത്രം ഇങ്ങനെ ഓടിക്കൂടിയാ മതി. സ്വർഗ്ഗം അങ്ങോട്ട് തുറന്നു കിട്ടും. അന്യവനെ കുറ്റം പറയുന്നതിൽ ഒരു കുറവുമില്ല ഈ ഉമ്മത്തിന്. ഉള്ളത് പറഞ്ഞാൽ ഗീബത്താണ്, ഇല്ലാത്തത് പറഞ്ഞാൽ കളവാണ്. 5 നേരം നിസ്കരിക്കുക, ഗീബത്ത് പറയും അല്ലേ? പരിപാടി വെക്കുക, നിസ്കരിക്കാതിരിക്കുക, നടക്കൂല. ഒരു കാര്യമില്ല പരിപാടി. അപ്പൊ അങ്ങനത്തെ തട്ടിപ്പുകളൊക്കെ ലൈവ് പരിപാടി നടക്കുക. ഇവിടെ വെള്ളം വെക്കുക, എന്നിട്ട് ഊതുക, വീട്ടില് ഫലം കിട്ടുക. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ തട്ടിപ്പാണെന്ന് ആരും കരുതണ്ട. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെയും മശായിഖന്മാരുടെയും മാർഗമാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അത് തട്ടിപ്പല്ല. സോഷ്യൽ മീഡിയയിലൂടെ തട്ടിപ്പിലൂടെ ആളുകളുടെ പണം കവരാൻ വേണ്ടി മാത്രം പരിപാടി നടത്തുന്നത് ശരിയല്ല. ഇതെന്റെ വ്യക്തിപരമായ നിലപാടാണ്, മർഹബയുടെ നിലപാടല്ല. ഇതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പുണ്ടായി. ഖുർആൻ ഓതുമ്പോ തെറ്റി ഓതുക. ഖുർആൻ തെറ്റിയിട്ട് ഓതാനുള്ള ഗ്രന്ഥാണോ? ഫാത്തിഹ പോലും നേരായി ഓതാൻ അറിയാത്ത ആൾ എങ്ങനെയാണ് ആത്മീയ നേതാവുക? എനിക്ക് മനസ്സിലാവാനില്ല. ഭയങ്കര ആൾക്കാരാണ് ഹബീബിങ്ങളെ. അപ്പൊ നമ്മളാ ഡിലീറ്റ് ചെയ്തോളൂ. ഈ പറഞ്ഞൊക്കെ ഡിലീറ്റ് ചെയ്തോളൂ. നമുക്ക് അങ്ങനെ പോവാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യ കൗമാരത്ത്, ടീനേജ് കാലത്ത് അല്ലെ, 13, 14, 15, 16, 17, 18, 19 ഈ ടീൻ എന്ന് പറഞ്ഞ ടീൻ ഏജ് കാലത്ത് ഹബീബായ പ്രവാചകരുടെ നിഴലായി നടന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടെ നിന്ന് അങ്ങോട്ട് നുബുവത്തിന് ശേഷവും മുമ്പും എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും ഒപ്പം നടന്നയാളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാ സമയത്തും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ജനാസക്ക് മുന്നിൽ ഹബീബായ പ്രവാചകരുടെ മുഖത്തേക്ക് നോക്കി നിന്നപ്പോ എന്തൊക്കെ സംഭവങ്ങളാണ് മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാവുക. 61 കൊല്ലക്കാലത്തെ വേദനാ നിർഭരമായ യാത്ര. ഗുഹായുടെ ഉള്ളിൽ പാമ്പ് കൊത്താൻ വന്നപ്പോൾ കണ്ണുനീരോടെ പ്രവാചകനെ രക്ഷിച്ച ഓർമ്മ അല്ലേ? പലായനത്തിന്റെ വേളയിൽ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ ഊരിപ്പിടിച്ച വാൾത്തല കാണുമ്പോൾ യാ റസൂലല്ലാഹ്, ശത്രു ഇതാ അടുത്തെന്ന് പറയുമ്പോൾ നിലാവ് പോലെ പുഞ്ചിരിച്ച് സിദ്ദീഖ് ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹു കൂടെയുണ്ട് മോനെ, പേടിക്കണ്ടെന്ന് പറഞ്ഞ നിമിഷം. ഇങ്ങനെ എത്ര ചരിത്ര ഓർമ്മകൾ. ഹബീബായ പ്രവാചകരുടെ നെറ്റിത്തടത്തേക്ക് ചുംബിച്ചിട്ട് സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ഇന്നാ ലില്ലാഹി അല്ലാഹുൽ മുസ്തആൻ നഈശു ബിഹാലില്ലാഹ് അല്ലാഹുൽ മുസ്തആൻ നതഖബ്ബലു ബിഹാ അഖ്ദാറല്ലാഹ്. പൊട്ടിക്കരഞ്ഞു സിദ്ദീഖ്.
എന്നിട്ടൊരു വാക്ക് കൂടി പറഞ്ഞു, വമാ അത്യബക ഹയ്യാ വമാ അത്യബക മൈതാ. അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും സുഗന്ധമാണ് നബിയേ, അങ്ങ് മരിച്ചപ്പോഴും സുഗന്ധമാണ് നബിയേ. ആയിഷാ ബീവിയുടെ വീട്ടിലെ സുഗന്ധ പരിമളമാണ്, അവിടെ സുഗന്ധ പരിമളമാണ്, സ്വർഗത്തിലെ കസ്തൂരിയുടെ സുഗന്ധമാണ്. നബിയേ, അങ്ങേക്കിനി ഒരു മരണമില്ല നബിയേ എന്ന് പറഞ്ഞ് സിദ്ദീഖ് തങ്ങൾ പുറത്തിറങ്ങുകയാണ്. പ്രണയമേ പ്രണയമേ അനുരാഗമേ, സ്നേഹമാണത്. ഈ സിദ്ദീഖ് തങ്ങളുള്ള സ്വർഗത്തിലേക്ക് പോകാനാ ഞാനും നിങ്ങളും പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നത്. നമ്മളെവിടെ നബിയെ സ്നേഹിച്ചത്? അങ്ങനെ സ്നേഹിച്ചയാളെ കാണാൻ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങോട്ട് വരും. ഒരു 5 മിനിറ്റ് ലൈവ് ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഹബീബിങ്ങളെ, നമ്മള് നാട്ടിലൊക്കെ ചിലർ പറയാറുണ്ട്, പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പിൻപറ്റലാണ് എന്ന് പറയാറുണ്ട്. നോട്ട് ദ പോയിന്റ്. പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പിൻപറ്റലാണ് എന്ന് ചില ആളുകൾ പ്രസംഗിക്കാറുണ്ട്. ഞാൻ ആ തർക്കങ്ങളിലേക്ക് പോകുന്നില്ല. എനിക്ക് അങ്ങനെ തർക്കങ്ങൾ ഇഷ്ടമില്ല. ആരെങ്കിലും കുറ്റപ്പെടുന്ന ഒരു ശൈലി എൻ്റെ അടുത്തില്ല. നേരത്തെ ഞാൻ ആത്മീയ തട്ടിപ്പിനെ പറഞ്ഞത് പേഴ്സണലി ആരെയും ഹരാസ് ചെയ്തതല്ല, നമ്മുടെ സമൂഹത്തിന്റെ ഒരു നിലപാടിനെ കുറിച്ച് പറഞ്ഞതാണ്. അല്ലെങ്കിൽ പേരെടുത്ത് പറയല്ലോ. ഹബീബിങ്ങളെ, നമ്മുടെ നാട്ടിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ആളുകൾ പറയുന്നത് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞ പിൻപറ്റലാണ്, അല്ല നിങ്ങൾ നബിദിനം നടത്തലല്ല, മൗലൂദ് ഓതല്ല എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്. ഞാൻ പറയട്ടെ, റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ ആൾക്കാർ മദീനത്തെ പള്ളിയിൽ ഉണ്ടായിരുന്നു. റസൂൽ എങ്ങനെയാണ് സുജൂദ് ചെയ്തത്, എങ്ങനെയാണ് റുക്കൂ ചെയ്തത്, വളരെ പെർഫെക്ഷനോടെ ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷേ ഖൽബിൽ റസൂലുള്ളാഹിനോട് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വഹും മുനാഫിഖൂൻ എന്നാണ്, കപട വിശ്വാസികൾ എന്നാണ്. നിങ്ങൾക്ക് എന്നോട് സ്നേഹമാണെന്ന് പറഞ്ഞ് ചിരിക്കാൻ പറ്റും, പക്ഷേ മനസ്സിൽ ഉണ്ടാകുമ്പോഴേ അത് യാഥാർത്ഥ്യമാവുള്ളൂ. നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടോ? നിങ്ങളെ പറയൂ, നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടോ? ഈ ചെറിയ കുട്ടികൾ പറയണ്ട, വലിയ ആൾക്കാർ പറയാം, നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടോ? ഒന്നുണ്ട് എന്ന് പറഞ്ഞോണ്ട് കൈ വന്നിച്ചാണ് കണ്ടത്. താത്തരുത് കേട്ടോ, പൊന്തിച്ചു പിടി. ആ പൊന്തിച്ച ആളുകളൊക്കെ അവരുടെ മൊബൈൽ ഫോണുകൾ കൊണ്ടുവരും. മൊബൈൽ ഫോൺ ഞാൻ നോക്കാനല്ലട്ടാ, ആ മൊബൈൽ ഫോൺ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. സിമ്മ് നിങ്ങൾക്ക് എടുക്കാം, ഭാഗ്യം കൊണ്ടാകും. ഇനി ആരാണ് വരുന്നത്? കൊണ്ടുവരൂ. എന്താ വന്നാൾ അവിടെ തന്നെ നിന്നത്? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ ഈ മൊബൈൽ കൊണ്ടുപോകുന്നാണ് പറഞ്ഞത്. എന്റെ പ്രഭാഷണ ജീവിത ചരിത്രത്തിൽ ഞാൻ ഇങ്ങനെ എവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ടോ, അവിടെയൊന്നും ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വന്നിട്ടില്ല. ഇതാ കായംകുളത്ത് 8 ആളുകൾ എഴുന്നേറ്റ് വന്നിരിക്കും. വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. കൊണ്ടുപോയി. എന്താണ് നിങ്ങളുടെ പേര്? കുഞ്ഞു കൊച്ചു. നിങ്ങളുടെ പേരെന്താ? നവാസ്. അതെ, നമ്മുടെ ഉമ്മർ. ഒരാളുകൂടി വന്നാലും അവിടെ താഴെ ആ ലൈവ് കൊടുക്കുന്ന ആളെ പേരെന്താ? അമീന്. നിങ്ങളുടെ പേരെന്താ? അൻസാരി. അബ്ദുൽ സത്തർ. വേണ്ട, താങ്ക് യു. ഇനി ഞാൻ എവിടെ പ്രസംഗിക്കുന്നില്ല, കായംകുളത്തമായിരുന്നു പറയും. മൂപ്പര് വെറുതെ അല്ല ആദ്യമായി ചാടിയത്. കുഞ്ഞുണ്ണി സാഹിബ 7 കൊല്ലം മദീനത്തുണ്ടായ ആളാണ്. മാഷാ അല്ലാഹ്. ഞാൻ തമാശക്ക് പറയില്ല, ഒരാൾ പോലും എഴുന്നേറ്റ് വരാറില്ല. കാരണം മൊബൈൽ ഫോൺ അങ്ങോട്ട് പോവല്ലേ, നിങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞിട്ട. പക്ഷെ കൈ പൊന്തിച്ചിട്ട് മൊബൈൽ കൊണ്ടുവരാത്ത കുറെ മഹാന്മാരവിടെ ഇരിക്കുന്നുണ്ട്. അവരോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, നോക്കൂ, നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് നമ്മളെല്ലാം കൊടുക്കും എന്നൊക്കെ പറയും.
ഇപ്പൊ സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മൊബൈൽ കൊണ്ടുവന്നിട്ടില്ലല്ലോ. വൈ? വാട്ട് ഇസ് ദ റീസൺ? എന്തായിരുന്നു കാരണം? എന്താണ് കാരണം? ഇതന്നെയാണ് പ്രവാചകനോടുള്ള നമ്മുടെ സ്നേഹം, നാട്ടുകാരോടും നമ്മുടെ കൂട്ടുകാരന്മാരോടും ഒക്കെ, ഭാര്യയോടും ഭർത്താവിനോടൊക്കെ നമ്മുടെ സ്നേഹം എത്രയേ ഉള്ളൂ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ കൊടുക്കൂല. ഞാനിത് ഒരു പരീക്ഷണത്തിന് വേണ്ടി പറയാം. നമ്മൾ റസൂലുള്ളാഹിനോട് സ്നേഹം എന്ന് പറയുന്നുണ്ടല്ലോ, റസൂലുള്ള ചോദിച്ചൊരു കാര്യം കൊടുക്കാൻ നമുക്ക് പറ്റും? ഇല്ല. എന്നാ കേട്ടോളെ. മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചിട്ട് പോലും മനസ്സിൽ സ്നേഹം ഉണ്ടായിരുന്നില്ല. അപ്പൊ അമല് ചെയ്യ, പ്രവാചകനെ ഇഞ്ചോടിഞ്ച് പിൻപറ്റിയിട്ട് കാര്യമില്ല. മനസ്സിൽ പ്രണയമില്ലാതെ, ഇഷ്ടില്ലാതെ അമലൊന്നും കബൂൽ ചെയ്യില്ല. നോക്കൂ, മദീനത്തെ പള്ളിയിൽ എല്ലാ സുബഹി നിസ്കാരവും കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്ന ഒരാളെ കണ്ടു. മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഇതേതോ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ടാകും. ഞാനതിന്റെ 2ാം പാർട്ടാണ് പറയുന്നത്. 1ാം പാർട്ട് നിങ്ങൾ കേട്ടതാവും. അബൂ ദുജാന റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോണ് കണ്ടു. റസൂലുള്ള വരാൻ പറഞ്ഞു. വന്നിട്ട് ചോദിച്ചു, എന്തേ നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നത്? ദുആ ചെയ്യാനില്ലേ? അപ്പൊ പറഞ്ഞു, നബിയേ, ഞാൻ എന്റെ വീട്ടിലേക്ക് ഓടിപ്പോകാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി. കാരണം എന്താണെന്നറിയോ? എന്റെ വീടിന്റെ സമീപത്തു നിന്ന് ഒരു ഈത്തപ്പന മരം എന്റെ വീട്ടിലേക്ക് അയൽവാസിയുടെ ചെരിഞ്ഞു നിൽക്കുന്നുണ്ട്. കാറ്റ് വീശുന്ന നാളല്ല നബിയേ, രാത്രി രാക്കാറ്റ് വീശുമ്പോ പഴം വീഴുന്നുണ്ട് നബിയേ. എന്റെ വീട്ടിൽ പട്ടിണിയാണ് നബിയേ. 2-3 ദിവസമാണ് പട്ടിണിയാണ് നബിയേ. നമുക്കത് വിശ്വസിക്കാൻ കഴിയുമോ ഹബീബേ? അങ്ങനത്തെ പട്ടിണിയൊക്കെ മദീനത്തുണ്ടായിട്ടുണ്ട്. റസൂലേ, ഞാൻ മിനിഞ്ഞാന്ന് വീട്ടിലേക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് ചെന്നപ്പോ എന്റെ മക്കള് മുറ്റത്ത് വീണ ഈത്തപ്പഴം എടുത്ത് കഴിക്കുന്നു നബിയേ. എനിക്ക് ദേഷ്യം വന്നു. റസൂലേ, അന്യവന്റെ ഹക്കാണ്, അയൽവാസിയുടെ മുതലാണ്, നമ്മുടെ മുറ്റത്ത് വീണതാണ്. അകലെന്നേ വിളിച്ചു പറഞ്ഞു, കഴിക്കല്ല മക്കളെ, തൊട്ടുപോകല്ല മക്കളെ, ഹക്കാണ് മക്കളെ, ഹറാമാണ് മക്കളെ, കഴിക്കല്ലേ എന്ന് പറഞ്ഞപ്പോഴ് എന്റെ മൂത്ത മകൻ നിലത്തേക്ക് ഇട്ടു നബിയേ. എന്റെ കൊച്ചുകുട്ടി അവൻ വായിൽ വെച്ച് കടിക്കുകയാണ് നബിയേ. എനിക്ക് ദേഷ്യം വന്നു നബിയേ. ഞാൻ അവന്റെ വായിലേക്ക് എന്റെ പരുപരുത്ത കയ്യിൽ കടത്തിയിട്ട് അവന്റെ പാൽപ്പല്ലുകളിൽ പതിഞ്ഞിരിക്കുന്ന ഈത്തപ്പഴം വലിച്ചു പുറത്തേക്ക് ഇട്ടു നബിയേ. എന്നിട്ട് പെറുക്കിയെടുത്ത അയൽവാസിയുടെ വളപ്പിലിട്ട് കൊടുത്തു നബിയേ. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല നബിയേ. എന്റെ മക്കൾ വാവിട്ട് കരഞ്ഞു നബിയേ. അതുകൊണ്ട് ഞാൻ സുബഹി കഴിഞ്ഞ് ഓടുകയാണ്. മക്കൾ ഉണരുന്നതിന്റെ മുമ്പേ ഇത് പെറുക്കിയിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഗൗരവം അറിയാതെ ഹറാമ് കഴിക്കും നബിയേ. അതാണ് നിസ്കാരം കഴിഞ്ഞ് ദുആക്കിരിക്കാത്തതെന്ന് പറഞ്ഞപ്പോ ഇനി 2ാം പാർട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് വിളിപ്പിച്ചു. ആരെ? അയൽവാസിയായ പണക്കാരനെ വിളിപ്പിച്ചു. നോക്കണേ, അയാൾ അന്ന് മുസ്ലിമാണ്. ആര്? പണക്കാരനായ അയൽവാസി. ജൂതൻ എന്നൊക്കെ പ്രസംഗത്ത് കേട്ടത് അതൊരു തെറ്റായ ഇൻഫർമേഷൻ ആണ്. അയൽവാസിയായ പണക്കാരനായ പനക്കാരൻ അന്ന് മുസ്ലിമാണ്. അയാളെ വിളിപ്പിച്ചു. എന്തേ നബിയേ? റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങളുടെ അയൽപ്പക്കത്താണോ അബൂ ദുജാന കഴിയുന്നത്? അതേ നബിയേ. അബൂ ദുജാന പാവമാണോ? അതേ നബിയേ. അബൂ ദുജാനക്ക് 2 മക്കളുണ്ടോ? ഉണ്ട് നബിയേ. ദാരിദ്ര്യത്തിലാണെന്നറിയുമോ നിങ്ങൾക്ക്? അറിയാം നബിയേ. നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു ഈന്തപ്പന അയാളുടെ വീട്ടിലേക്ക് ചരിഞ്ഞു നിൽക്കുന്നുണ്ടോ? ഉണ്ട് നബിയേ. ഇത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എങ്കിലാ പന, ആ ഈത്തപ്പന അബൂ ദുജാനക്ക് നിങ്ങൾ ഹദിയ കൊടുക്കണേ, വെറുതെ കൊടുക്കണേ. നാളെ സ്വർഗത്തിൽ ഒരു ഈന്തമരം നിങ്ങൾക്ക് ലഭിക്കാൻ ഞാൻ അല്ലാഹുവിനോട് ശുപാർശ ചെയ്യാമെന്ന് ഹബീബായ പ്രവാചകരുടെ വാഗ്ദാനമാണ്. നൂറാനിയത്തിന്റെ നാവിൽ മുമ്പിൽ നിന്ന് പെയ്തിറങ്ങിയ വചനപ്രസാദമാണത്. ഹബീബിങ്ങളെ, ഹബീബിങ്ങളെ, ഹബീബിങ്ങളെ. ആ വന്ന മനുഷ്യൻ പറഞ്ഞു, ഇല്ല നബിയേ, ഞാനത് കൊടുക്കൂല നബിയേ. കാരണം എന്താണ്? അത് നല്ല പഴമുണ്ടാകുന്ന പനയാണ്, അത് കൊടുക്കൂല നബിയെ. ആലോചിച്ചു നോക്കണേ. ബഷീറല്ല പറഞ്ഞത്,
അള്ളാന്റെ റസൂലാണ് പറഞ്ഞത്. മൊബൈൽ തരുമോ എന്ന് ചോദിച്ചപ്പോ ആദ്യം ചാടി എഴുന്നേറ്റ് വന്ന 8 പേരെ നിങ്ങളുടെ മനസ്സിൽ എന്ത് വികാരമാണ് ഉണ്ടാക്കിയത്? സിം നിങ്ങൾ ഊരിയെടുത്തോളൂ, ഇത് ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോഴും ധൈര്യപൂർവ്വം സ്റ്റേജിലേക്ക് വന്നവരെ, ഒരു 20,000 വിലയുള്ള മൊബൈൽ ഫോണുമായി കൈനീട്ടി വന്നവരെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രണയഭാവത്തെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. എന്റെ ദുആയിൽ ഞാൻ നിങ്ങളെ മറക്കൂല കേട്ടോ. പക്ഷെ നിങ്ങളുടെ മൊബൈൽ എനിക്ക് വേണ്ട, പക്ഷെ നിങ്ങളുടെ ഹൃദയ വായ്പ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അള്ളാന്റെ റസൂലിനോട് ആ സമ്പന്നനായ മനുഷ്യൻ പറഞ്ഞു, ഇല്ല നബിയേ, സ്വർഗത്തിലെ പന തരാമെന്ന് പറഞ്ഞപ്പോ വേണ്ട നബിയേ എന്ന് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു, പൊയ്ക്കോളൂ പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. ഹബീബിന്റെ ഹളറത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അയാൾ. ഈ വാർത്ത മദീനയിലെ അങ്ങാടിയിൽ അറിഞ്ഞു. സഹാബത്താകെ ഞെട്ടിത്തരിച്ചു. റസൂലുള്ള സ്വർഗം വാഗ്ദാനം ചെയ്ത് വേണ്ട എന്ന് പറഞ്ഞിറങ്ങിപ്പോയി ഒരാൾ. ആരാണ് അയാൾ? മദീനത്തെ പള്ളിയിൽ പുണ്യ നബിയുടെ പിന്നിൽ നിന്ന് നിസ്കരിച്ചയാളാണ്, പിൻപറ്റിയയാളാണ്, അനുസരിച്ചയാളാണ്. അബൂദഹ്ദ എന്ന് പറയുന്ന സഹാബി ഓടി വന്നു പള്ളിയിലേക്ക്. ചരിത്രത്തിലെ ലെജൻഡാണ്, ഇസ്ലാമിക ചരിത്രത്തിന്റെ അദ്വിതീയ വ്യക്തിത്വമാണ് അബൂദഹ്ദ. ഓടി വന്നു. ഇത് വേറെ ആളാണ്, പാവപ്പെട്ട സഹാബി അബൂദുജാനയാണ്. പണക്കാരനായ ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ വന്നത് അബൂദഹ്ദയാണ്. ഞാൻ ക്ലിയർ ചെയ്തു പോകുന്നത് മറക്കാതിരിക്കാനാണ്. നിങ്ങൾ വേറെ ഒരാളോട് ഉദ്ധരിക്കുമ്പോ തെറ്റാതിരിക്കാനാ. അബൂദഹ്ദ റളിയല്ലാഹു അൻഹു എന്ന് ചോദിച്ചു, നബിയേ, നിങ്ങളിപ്പോ സ്വർഗത്തിലൊരു പനയുടെ ഓഫർ ചെയ്തോ ഇവിടെ? ആ ഓഫർ ഇപ്പോഴും നിലവിലുണ്ടോ നബിയേ? ആ ഓഫർ അവസാനിച്ചോ നബിയേ? ഇല്ല, ഇപ്പോഴുമുണ്ട്. അബൂദഹ്ദയുടെ മുഖമങ്ങ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇറങ്ങി അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് ഓടി. സഹോദരാ, നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഇപ്പോഴൊരു മെസ്സേജ് വരികയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് നിങ്ങൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ റീചാർജ് പുതുക്കുകയാണെങ്കിൽ അടുത്ത 10 വർഷത്തേക്ക് നിങ്ങൾ നെറ്റ് ആൻഡ് കോൾ ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ഒരാൾ പോലും ഈ സദസ്സിൽ ഉണ്ടാകൂല. ശരിയല്ലേ? ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാം, ശരിയല്ലേ? എന്താ ഉണ്ടാത്ത? ശരി, ഞാൻ തന്നെ പ്രസംഗം നിർത്തി പോകില്ലേ? 10 കൊല്ലത്തിന് ഫ്രീ ആണ്. 12 മണിക്കൂർ റീചാർജ് ചെയ്യും. ഞാനും ഉണ്ടാവൂല, മൈക്കക്കാര് തീരെ ഉണ്ടാവില്ല, ലൈവ് കൊടുക്കുന്നവരുണ്ടാവില്ല, നിങ്ങളുണ്ടാവില്ല. പെണ്ണുങ്ങളൊക്കെ കസേര വലിച്ചെറിഞ്ഞു ഓടും. 10 കൊല്ലത്തിനാണ് ഓഫറാണ്, ബമ്പർ ഓഫർ. അതിനേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള ഓഫറാണ് സ്വർഗത്തിലെ പന. എന്നിട്ട് മനുഷ്യൻ തരില്ല എന്ന് പറഞ്ഞു. അബൂദഹ്ദ ഇറങ്ങി ഓടി പണക്കാരന്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, നിങ്ങളോട് റസൂലുള്ള ഒരു പന ചോദിച്ചോ? ഓ, നിങ്ങൾ കൊടുത്തില്ലേ? ഇല്ല. സ്വർഗത്തിൽ ഒരു പന തരാമെന്ന് മുത്തുനബി ഓഫർ നൽകിയോ? നൽകി. എന്ത് കൊടുക്കാൻ എനിക്കിഷ്ടമില്ല. അപ്പോൾ അബൂദഹ്ദ പറഞ്ഞു, സഹോദരാ സഹോദരാ സഹോദരാ, ആ പന കച്ചവടം ചെയ്യാനാണ് ഞാൻ വന്നത്, അത് വാങ്ങാനാണ് ഞാൻ വന്നത്. അപ്പൊ അയാൾ ചോദിച്ചു, എന്ത് വില തരും എന്ന്. കണ്ട, സ്വർഗത്തിലെ പന വേണോ എന്ന് ചോദിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞ ധിക്കാരിയായ മനുഷ്യൻ ചോദിച്ചു, എന്ത് വില തരും? അബൂദഹ്ദ പറയുന്ന ഓഫർ കേട്ടോളൂ. റിയൽ എസ്റ്റേറ്റിലുള്ള ആളുകൾ ഈ സദസ്സിലില്ലേ, കച്ചവടക്കാരില്ലേ? ആ ഓഫർ കേട്ടോളൂ. അബൂദഹ്ദ പറയുകയാണ്, മനുഷ്യ, മദീനത്തെ പള്ളിയുടെ സമീപമുള്ള എന്റെ തോട്ടമില്ലേ, ഈത്തപ്പനത്തോട്ടം, അത് മൊത്തമായി നിങ്ങൾക്ക് തരാം. ആ ഒരൊറ്റ പന നിങ്ങൾ എനിക്ക് തന്നാൽ മതി. ഹബീബേ, കായംകുളത്തെ ഹബീബുമാരെ, നിങ്ങൾ എന്തെങ്കിലും മദീനയിൽ പോകുമ്പോ അബൂദഹ്ദയുടെ തോട്ടം എവിടെയായിരുന്നു എന്ന് ചോദിക്കേ. അമീറുമാരാ സ്ഥലം നിങ്ങളെ കാണിച്ചു തരും. അപ്പൊ ഓർക്കണേ, മദീനയിലെ സായാഹ്നങ്ങളിൽ തിത്തിരി പക്ഷികൾ വന്നിരിക്കുന്ന ഈന്തപനയോലകളുടെ ഹരിതചാമരമുള്ള 100 കണക്കിന് മൂത്തു പഴുത്തു നിൽക്കുന്ന പനകളുള്ള വിശാലമായ തോട്ടമായിരുന്നു അബൂദഹ്ദയുടെ. 1 അല്ല 2 അല്ല 100 അല്ല 100 കണക്കിന് പനയുള്ള തോട്ടം മൊത്തമായി ഞാൻ നിങ്ങൾക്ക് ആ ഒരൊറ്റ പന, റസൂലുള്ള ചോദിച്ച പന നിങ്ങൾ എനിക്ക് തരുമോ?
ആ പണക്കാരൻ പറഞ്ഞു, നിനക്ക് ഭ്രാന്താണോ അബൂദഹദാ? ഭ്രാന്താണോ നിങ്ങൾക്ക്? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഒരു പനക്ക് പകരം ഒരു തോട്ടമോ? അതെ, എനിക്ക് ഭ്രാന്താണടാ. ആ തോട്ടം അങ്ങ് കച്ചവടം ചെയ്തു അബൂദഹദാ. ഹബീബേ, 1001 രാവിലെ അറബി കഥയല്ല ബഷീർ പറയുന്നത്, 1000 രാത്രിയില് ഷഹ്സാദ രാജകുമാരിക്ക് പറഞ്ഞു കൊടുത്ത അറബി കഥയല്ല, അൽഫ് ലൈലയിലെ കഥയല്ല. മദീന സാക്ഷ്യം വഹിച്ച ചേതോഹരമായ സംഭവമാണ് പറയുന്നത്. അബൂദഹദാ കച്ചവടം ചെയ്തു. എന്നിട്ട് അബൂദുജാന എന്ന പാവപ്പെട്ടയാളുടെ അടുത്ത് എന്ന് പറഞ്ഞു, അബൂദുജാന, സുബഹി നിസ്കാരം കഴിഞ്ഞ് ഓടുന്ന സഹാബി, നിങ്ങൾ ഇനി ഓടണ്ട. ആ പന ഞാൻ കച്ചവടം ചെയ്തിട്ടുണ്ട്, വില കൊടുത്തു വാങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഹദിയ നൽകുകയാണ്. അപ്പുറത്തെ പറമ്പിലാണെങ്കിലും നിങ്ങൾക്ക് ആ പന ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. മറ്റൊരു ചരിത്രത്തിൽ ആ പന ഇപ്പുറത്തേക്ക് വന്നുമെന്നുമുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ കേൾക്കണേ, പന വാങ്ങി കൊടുത്തു. എന്നിട്ട് ഓടി റസൂലുള്ളാന്റെ ഹദറത്തിലേക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് ആഹ്ലാദത്തോടെ അബൂദഹദാ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങ് ചോദിച്ച ഈന്തപ്പന മരം ഞാൻ വാങ്ങി നബിയേ. പന ഞാൻ അബൂദുജാനയ്ക്ക് കൊടുത്തു നബിയേ. ഇനി സ്വർഗത്തിലെ ഈന്തമരം ഇപ്പൊ എനിക്കല്ലേ നബിയേ. ഫലം യറുദ്ദഹു നബി സല്ലല്ലാഹു അലൈഹി, പുണ്യ നബി മറുപടി പറഞ്ഞില്ല. അബൂദഹദാ ഞെട്ടി. മുന്നനബി മിണ്ടുന്നില്ല. രണ്ടാമതും അബൂദഹദാ പറഞ്ഞു, നബിയേ, അങ്ങല്ലേ ഓഫർ നൽകിയത്, സ്വർഗത്തിൽ ഒരു ഈന്തമരമുണ്ടെന്ന്. ഞാൻ ആ മരം വാങ്ങി അബൂദുജാനക്ക് കൊടുത്തിട്ടുണ്ട് നബിയേ. ഇപ്പൊ ഓഫർ എനിക്കല്ലേ നബിയേ. ഫലം യറുദ്ദഹു നബി, പുണ്യനബി മിണ്ടുന്നില്ല. അബൂദഹദാക്ക് സങ്കടമായി. അവിടെ നിന്ന് കരയാൻ തുടങ്ങി. തന്റെ തോട്ടം പോയ സങ്കടമല്ല, തന്റെ തോട്ടം പോയ സങ്കടമല്ല, ആയിരക്കണക്കിന് ദീനാർ വിലയുള്ള തോട്ടം പോയ സങ്കടമല്ല, സ്വർഗത്തിലെ മരം പോയോ എന്ന വേദനയില്ല. മൂന്നാമത്തെ തവണ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബൂദഹദാ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങല്ലേ പറഞ്ഞത് സ്വർഗത്തിൽ ഒരു മരം തരാമെന്ന്. ഞാനത് വാങ്ങി നബിയേ. ആ നേരം മുത്തുനബി ഒന്ന് പുഞ്ചിരിച്ചോ. പാതിരാവിൽ പാതി വിരിയുന്ന പാരിജാത പൂവിനെ പോലെ എന്റെ ഹബീബ് പുഞ്ചിരിച്ചു പറഞ്ഞു, മാ സാല ജിബ്രീൽ, ജിബ്രീൽ ഇപ്പൊ വന്നുപോയി. അബൂദഹദാ, ഇപ്പൊ ജിബ്രീൽ വന്നുപോയി. സ്വർഗത്തിലെ പന, ആ ഓഫറില്ലേ, ആ പനയില്ല. അബൂദഹദാ ഒന്ന് സ്റ്റക്കായി പോയി അബൂദഹദാ. പിന്നെ നബി പറഞ്ഞു, അതല്ല അബൂദഹദാ, നിങ്ങളുടെ കച്ചവടമില്ലേ, അത് അല്ലാഹു എന്നെ അറിയിച്ചു. നിങ്ങളുടെ ആത്മാർത്ഥത ആകാശത്ത് ചർച്ചയായി. നിങ്ങൾക്ക് പകരം എന്താണെന്നറിയോ? ആ ഒരു പനയല്ല, നാളെ സ്വർഗത്തിലെ ഒരു താഴ്വാരം മുഴുവൻ ഈ തപ്പനയുടെ തോട്ടം അങ്ങേക്ക് ഉണ്ട് അബൂദഹദാ. മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലെ ഒരു തോട്ടം, ഒരു ഏരിയ മൊത്തം ഒരാൾക്ക് റിസർവ് ചെയ്യുന്ന ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ. കോടാനുകോടി സഹസ്ര ട്രില്യൺ കണക്കിന് ആദം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ സ്വർഗത്ത് കിടക്കുന്നവരിൽ ഒരു ഏരിയ റിസർവ് ചെയ്യപ്പെട്ട ഒരു മനുഷ്യനേ ഉള്ളൂ. ആ മനുഷ്യന്റെ പേരാണ് അബൂദഹദാ. ഇവിടെ 2-3 പോയിന്റ് ഉണ്ട്. ഒരു പോയിന്റ് ഞാൻ പറയാം. മൂപ്പരുടെ പേരെന്താ? നമ്മുടെ കമ്മിറ്റിക്കാരൻ. മൂപ്പർക്ക് ഭയങ്കര സങ്കടം, കരയ. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. നിങ്ങളൊന്ന് വീട്ടിൽ പോയത് ആലോചിച്ച് നോക്കി. സ്വർഗത്തിൽ ഒരു ഏരിയ ഒരാൾക്ക് റിസർവഡ് ആണ്.
ഒന്നാമത്തെ പോയിന്റ്, ആ പണക്കാരണ്ടല്ല, മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ പിന്നിൽ നിസ്കരിച്ച ആളാണ്. അപ്പൊ പിൻപറ്റി. പക്ഷെ പ്രവാചകനോട് സ്നേഹം ഉണ്ടായില്ല. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ചത് കൊടുക്കുമല്ലോ. നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുക്കുന്ന എട്ടാളെ പോലെ. യു ക്യാൻ ബ്രേക്ക് into a fort but not into heart. നിങ്ങൾക്കൊരു കോട്ടക്കകത്തേക്ക് അത് ക്രമിച്ച് കയറി ചെല്ലാൻ പറ്റില്ല. ബട്ട് നോട്ട് into heart. ഹൃദയത്തിലേക്ക് കയറാൻ അങ്ങനെ പറ്റില്ല. അത് പ്രണയം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പോയിന്റ് നമ്പർ 1. 2, ഞാൻ നിങ്ങളോടൊരു ബുദ്ധിപരമായ ചോദ്യം ചോദിക്കും. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ സൈലന്റ് ആയി കേട്ടല്ലോ. ഈ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു എന്തിനാണ് ഒരു തോട്ടം കൊടുത്തിട്ട് ഒരു പന വാങ്ങിയത്? എഴുന്നേറ്റ് നിന്നിട്ട് ആർക്കാ പറ്റോ പറഞ്ഞോളി. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സമ്മാനം അങ്ങോട്ട് തരാം. കയ്യിലില്ല, ഞാൻ കമ്മിറ്റിക്കാരോട് മേടിച്ചു തരാം. എന്തിനാണ് ഒരു തോട്ടം കൊടുത്തിട്ട് ഒരു പന വാങ്ങിയത്? പറഞ്ഞോളൂ. തെറ്റിയാലും ശരിയായാലും പറഞ്ഞോളൂ. പറഞ്ഞ മോനെ. സ്വർഗത്തിൽ കയറാനുള്ള ആഗ്രഹം കൊണ്ട്. ഇതല്ലാത്ത രണ്ടുത്തരം അല്ലാത്ത വേറെ ഉത്തരാരത്തിലുണ്ടോ? സ്വർഗത്തിലെ പന്ന കിട്ടാൻ വേണ്ടി അല്ല. എന്റെ ചോദ്യം ഞാനൊന്ന് സ്പെസിഫിക് ആയി പറയാം. ആ പന വാങ്ങാൻ ഒരു തോട്ടം മൊത്തം കൊടുത്ത് സ്വർഗത്തിലെ പന കിട്ടാൻ വേണ്ടിയിട്ടില്ലേ? ഈ അബൂ ദുജാനക്ക് കൊടുക്കാൻ വേണ്ടിട്ടല്ലേ മൂപ്പര് അത് വാങ്ങിയത്? അല്ലേ? അബൂ ദുജാനക്ക് കൊടുക്കാൻ വേണ്ടിട്ടല്ലേ? അല്ലേ മുഅ്മിനീങ്ങളെ? അല്ലേ? കൊടുത്തത് അബൂ ദുജാനക്കല്ലേ? നിങ്ങൾ മറുപടി പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോകുള്ളൂ. നിങ്ങൾ സാധാരണ 2 മണിക്കൂർ തട്ടുകൊലിപ്പം നോൺ സ്റ്റോപ്പ് പോയതല്ലേ കിട്ടുന്നത്. ഇത് നിങ്ങൾ കൂടി പങ്കാളിത്തമുള്ള സംസാരം. അബൂ ദുജാനയുടെ പട്ടിണി മാറ്റാൻ വേണ്ടിട്ടല്ലേ കൊടുത്തത്? അല്ലേ? പറയൂ അല്ലേ? എങ്കിൽ ഈ തോട്ടം മൊത്തം അബൂ ദുജാനക്ക് കൊടുത്താ പോരെന്ന്. എന്തിനാ ആ വനമായി കൊടുത്തതാണ് എന്റെ ചോദ്യം. ഇപ്പൊ കറക്റ്റായി. ഇനി ഉത്തരം പറഞ്ഞോളൂ. പറഞ്ഞു. അവിടുന്ന് പറഞ്ഞാലും മതി. മൂന്നാള് പറഞ്ഞതും ഉത്തരം ശരിയായിരുന്നു. പക്ഷെ ഇദ്ദേഹം പറഞ്ഞാണ് ഏറ്റവും കറക്റ്റായ ഉത്തരം. കാരണം ആ പനയാണ് റസൂലുള്ളാഹി ആഗ്രഹിച്ചത്. അബൂ ദുജാനയുടെ പട്ടിണി മാറ്റാൻ ഈ തോട്ടം കൊടുത്ത പോരെ? അല്ല, ഈ തോട്ടത്തിൽ നിന്ന് ഒരു 10 കൊടുത്ത പോരെ? 5 കൊടുത്ത പോരെ? ആ പന തന്നെ തോട്ടം കൊടുത്ത് വാങ്ങിയത് റസൂലുള്ളാഹി ആഗ്രഹിച്ചത് അതായിരുന്നു. ശരിയാണോ? പറയൂ, ശരിയാണോ? പ്രണയം എന്ന് പറയുന്നത് താൻ സ്നേഹിക്കപ്പെടുന്ന ആൾ ആഗ്രഹിച്ചത് കൊടുക്കുക. നമ്മൾ നബിയെ സ്നേഹിച്ചിട്ടുണ്ടോ? പരീക്ഷണം. ഞാൻ വെറുതെ ഒരു നേരത്തെ മൊബൈൽ പരീക്ഷണമായിട്ട് ഇപ്പൊ പറയാം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു തെങ്ങ് നിങ്ങൾ എനിക്ക് തരണം, അല്ലെ എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ മേടിക്കില്ല. എല്ലാവരും ഓഫർ ചെയ്യും. മർഹബക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂ? ഞാൻ ചോദിക്കൂല. നിങ്ങൾ പേടിക്കണ്ട, ബേജാറാവൂല, പേടിക്കണ്ട. ഞാൻ ചോദിക്കണം. ഇവിടെയാണ് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടോ? നമ്മുടെ പിരിവിന് വേണ്ടി പറഞ്ഞോന്നല്ല കേട്ടോ. ഇതിന്റെ 2ാം പാർട്ടും 3ാം പാർട്ടും ഒക്കെ ആയിട്ട് പിന്നീട് പ്രസംഗിക്കണം. ഒരു ദിവസം അങ്ങനെ പറഞ്ഞു പോയാൽ അടുത്ത കൊല്ലാമത് മറക്കും. നാളെയും മറ്റൊന്നൊക്കെ അങ്ങനെ പറയണം. ഇതൊരു 5-6 എപ്പിസോഡ് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഹബീബിനെ ഇപ്പൊ കാണണം, എനിക്ക് മദീനത്ത് പോകണം എന്നൊരു ചിന്ത വരും. അള്ളാഹു നമുക്ക് കാണാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു കാണാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഹബീബിങ്ങളെ ബക്കറ്റ് വരില്ല. ഏതായാലും ഞാനിത് 15 മിനിറ്റ് നിർത്തും. ഇതൊരു കൺക്ലൂഷനിൽ എത്തിയിട്ട് ഇന്ന് കാണാനുള്ള ഒരു ആഗ്രഹത്തോടെ നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ ഇനി സദസ്സന്നാരും പോകണ്ട. 15 മിനിറ്റ് ഏതായാലും ഇത്ര നേരം ഇന്നലെ 15 മിനിറ്റ് ഇരുന്നാൽ നമ്മള് മർഹബ ചാരിറ്റബിൾ സൊസൈറ്റി ഹബീബിങ്ങളെ സഹോദരിമാരവിടെ എത്ര ആളുള്ളതെന്ന് എനിക്കറിയില്ല, കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവർ നിങ്ങൾ മനസ്സിൽ നല്ലൊരു നിയ്യത്ത് വെക്കുക. ഒന്ന്, ഹജ്ജിനോ ഉംറക്കോ പോകണമെന്ന്. ഞാൻ ഓഫർ നൽകാൻ ഞാൻ റസൂലുള്ളാഹിന്റെ ഏജന്റ് ഒന്നുമല്ല. നമുക്ക് ദുആ ചെയ്യാം നിങ്ങളുടെ മനസ്സിന്റെ തേട്ടം പോലെ. പൈസ ഉണ്ടായതുകൊണ്ട് മാത്രം ആരും ഹജ്ജിനും ഉംറക്കും പോയി. ഇനിയിപ്പോ പൈസ ഉണ്ടായാലും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കാണ് കാര്യം പോകുന്നത്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ തവക്കല്ല എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഇപ്പൊ കുറച്ചുകൂടി സിസ്റ്റം മാറിയിട്ടുണ്ട് തോന്നുന്നു.
ഇനി ഒരു പക്ഷേ 60 വയസ്സിൽ കൂടുതലുള്ളവർക്ക് പോകാൻ പറ്റാത്തൊരു സിസ്റ്റം വരാൻ പോകുന്നുണ്ട്. അള്ളാഹു കാക്കട്ടെ. 60 വയസ്സിൽ കൂടുതലുള്ളവർക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ എന്തൊക്കെയോ നിയമം വരും. അപ്പൊ നമ്മളൊന്ന് മനസ്സ് കരുതുക. നിങ്ങളുടെ ഇതുവരെ നടക്കാത്തൊരാഗ്രഹം മനസ്സ് കരുതുക. ഇതിങ്ങനെ നടക്കുമെന്നൊന്നും പറയാൻ ഞാനൊരു ആത്മീയ നേതാവോ ദുആ സമ്മേളനം നടത്തുന്ന ആളോ അങ്ങനെ പറഞ്ഞു പറ്റിക്കുന്ന ഒരാളോ അല്ല. നമ്മുടെ മനസ്സിന്റെ തേട്ടം. പക്ഷെ ഒരുപാട് സദസ്സിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 100 പറഞ്ഞ സദസ്സിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ നമ്പർ ഇവരുടെ കയ്യിലുണ്ട്. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായാൽ 9447999337 നമ്മൾ വിളിച്ചിട്ട് ബഷീറെ സംഗതി കറക്റ്റാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മുടെ നിസാമിനോട് തന്നെ ചോദിച്ചാൽ നിസാം ആ ഗ്രൂപ്പിൽ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള ആളാണ്. ഒരു സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി നടന്നാൽ നിറവേറ്റിയാൽ അന്ത്യനാളിൽ ആരാരും സഹായിക്കാനില്ലാത്ത ഏകാന്ത ഭീകരമായ വിജനതയിൽ അള്ളാഹു അവനെ സഹായിക്കും. അതുകൊണ്ട് നടക്കാം. ഹബീബേ എന്ന് ഞാൻ പറയുന്നത് കേട്ടോളൂ. ആ മനുഷ്യൻ നോമ്പുകാരനായിരുന്നു. റമളാൻ മാസത്തിലായിരുന്നു. മസ്ജിദുൻ നബവിയിലായിരുന്നു. എഴുത്തിക്കാഫിലായിരുന്നു. ഖുർആൻ ഓതുകയായിരുന്നു. ആ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. അദ്ദേഹം നോമ്പുകാരനായിരുന്നു. അവസാനത്തെ 10 8 മഹത്വങ്ങൾ ഉള്ളത് ഉപേക്ഷിച്ചു അയാൾ. നമ്മൾ എന്താ കരുതി കുറെ ആരാധന ചെയ്യുക, സ്വർഗം അങ്ങോട്ട് തുറന്നു കിട്ടുന്നില്ല. ഇതൊക്കെ ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു അന്ധവിശ്വാസമാണ്. ആരാധന ചെയ്യുക എന്നുള്ളതല്ല. ആരാധന ചെയ്യണം. സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത, മനുഷ്യനോട് ബാധ്യതയില്ലാത്ത ഒരാളുടെയും ആരാധന അള്ളാഹുവിന് വേണ്ട. ഇത് ആരാധനയുടെ ഒരു സംഘാതമാണ് ഇസ്ലാം എന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അന്യരോടുള്ള ബാധ്യത തീർക്കാത്തവന്റെ ഒരാരാധനയും അള്ളാഹു അക്സെപ്റ്റ് ചെയ്യുകയില്ല. നോക്കൂ, റമളാൻ മാസത്തിലെ മസ്ജിദുൻ നബവിയിലെ ഇത്തികാഫ് വെടിഞ്ഞ് ഖുർആനോത്ത് വെടിഞ്ഞ് വെള്ളിയാഴ്ച നോമ്പുകാരനായി അവസാനത്തെ 10 ഒഴിവാക്കിയിട്ട് ഒരു മനുഷ്യനെ ഒരു വാക്കുകൊണ്ട് സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു ആ മഹാനായ പണ്ഡിതനെങ്കിൽ മർഹബ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളാണ്. തീർച്ചയായും അതിന്റെ പ്രതിഫലം നിങ്ങളുടെ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് എത്തിച്ചേരും. അസ്സദഖ റദ്ദുൽ ബലായ, ആപത്തുകളെ തടയപ്പെടും. നിങ്ങൾക്ക് നല്ല വിശ്വാസം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരു നിയ്യത്ത് വെച്ച് മദീനയെ മനസ്സിൽ വെച്ച് നിങ്ങൾ അവരെ സഹായിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. സഹോദരിമാർക്കും പറയാം, സഹോദരന്മാർക്ക്, സംഘാടകർ ആർക്കെങ്കിലും എഴുന്നേറ്റ് നിന്നിട്ട് ഇവർക്ക് ഒരു സംഖ്യ നൽകാൻ പറ്റുമെങ്കിൽ പറഞ്ഞോളൂ. 5000 രൂപ കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും സദസ്സിലുണ്ട്? 5000 രൂപ ഇന്ന് കൊടുക്കണ്ട, ഒരു കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കൊടുത്തു തീർത്താൽ മതി. ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ സമൂഹത്തിലുണ്ട്. രോഗിയായി കിടക്കുന്നവർ, എനിക്ക് തോന്നുന്നത് അവർക്ക് മെഡിക്കൽ എക്യുപ്മെന്റുകളൊക്കെ ഇവർ സൗജന്യമായി എത്തിക്കുന്ന ഒരു സിസ്റ്റം മർഹബ ആരംഭിക്കണം. ഇതിന് കീഴിപ്പുണ്ടോന്ന് എനിക്കറിയില്ല. വാട്ടർ ബെഡ്സ്, അതുപോലെ വീൽ ചെയർസ്, അതൊക്കെ ഇവിടെ കൊണ്ടുവന്നിച്ചിട്ട് ഒരു രോഗി കൊണ്ടുപോയി കൊടുക്കുക. സ്വന്തമായിട്ടല്ല, അത് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരിക. അങ്ങനത്തെ ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നത് ഇന്ന് 3 വർഷമായിട്ടുള്ളെങ്കിൽ ഒരു 10 വർഷമൊക്കെ ആകുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനത്തിന്റെ അംഗീകാര മികവിൽ മർഹബ എത്തിച്ചേരും. അതിനപ്പുറം അള്ളാഹുവിന്റെ അംഗീകാരം കിട്ടുന്ന രീതിയിൽ അതിന്റെ സംഘാടകരും അങ്ങനെ പ്രവർത്തിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്. നിസാം അല്ല, നിസാം അല്ല, എന്താ പറയുക, കമ്മിറ്റിക്കാരനല്ലേ? മുഅ്മിനീങ്ങളെ ആമീൻ പറയട്ടെ. കൊടുക്കാത്തവർക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പഠിച്ചവനെ, ഒരാഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ പറയാൻ പറഞ്ഞത്. റബ്ബേ നീയാണ് സാക്ഷി, ഞാൻ ദ്വരന്നുകൊണ്ട് നടക്കില്ല. ഇതിൽ എവിടെയെങ്കിലും റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും. അദ്ദേഹത്തിന്റെ ആ ഉദ്ദേശത്തെ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. മദീനത്തെത്താനുള്ള സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്കും റസൂലുള്ളാഹിനെ കാണാനുള്ള തൗഫീഖ് നൽകണമേ തമ്പുരാനെ.